കഥ തുടരുന്നു. സമയം 9:05. DGP ഓഫീസ്. DGPയുടെ കാർ വന്നു നിന്നു. ഗാർഡുകൾ അറ്റൻഷനിലായി. അദ്ദേഹം അകത്തേക്ക് നടന്നു. തൻ്റെ റിവോൾവിംഗ് ചെയറിൽ ഉപവിഷ്ടനായി. പൊതുവെ എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പുലർത്തുന്ന ആളാണ് DGP ജോസഫ് ചാക്കോ. 9 മണിക്ക് അദ്ദേഹം ഓഫീസിലെത്തും. ഇന്ന് ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയതാണ് 5 മിനിറ്റ് വൈകുവാൻ കാരണം. ഫോൺ ശബ്ദിച്ചു. അദ്ദേഹം റിസീവർ എടുത്തു. ഏതാനും സെക്കൻഡ് നേരത്തെ സംസാരം. ആ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. മൈ ഗോഡ്! ചുണ്ടിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നു. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് റിസീവർ വെച്ചു. പിന്നെ സീറ്റിൽ നിന്നും എണീറ്റു. എന്നാൽ വേഗം തന്നെ എന്തോ ഓർത്തിട്ട് പിന്നെയും ഇരുന്നു. അനന്തരം ആർക്കോ ഡയൽ ചെയ്തു. DYSP അലക്സാണ്ടറുടെ നമ്പറായിരുന്നു അത്. താൻ ഉടനെ ഇവിടേക്ക് വരിക, എത്രയും വേഗത്തിൽ. കയ്യിൽ നിന്നും റിസീവർ വഴുതി. സമയം 9:06. ആ സ്പീഡ് ബോട്ട് ഉൾക്കടലിൽ ഒരു കപ്പലിനരികിൽ നിശ്ചലമായി. കപ്പലിൽ നിന്നും കയറേണി താഴേക്ക് വന്നു. കയറിക്കൊള്ളൂ, അവർ പെൺകുട്ടികളോട് പറഞ്ഞു. റോജയും സൂസന്നയും മടിച്ചു. ഉടൻ 2 പേരുടെ വിരലുകൾ അവരുടെ തലമുടിക്കിടയിലേക്ക് ഊർന്നിറങ്ങി. വിരലുകൾ മുറുകി. പെൺകുട്ടികൾ വേദനയോടെ പിടഞ്ഞു. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്കുക, അല്ലെങ്കിൽ കൊന്നു സ്രാവുകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ, ഒരുവൻ്റെ മുന്നറിയിപ്പ്. അയാൾ അങ്ങനെ ചെയ്യുവാൻ മടിക്കയില്ലെന്ന് ആ മുഖം കണ്ടാൽ മനസ്സിലാകുമായിരുന്നു. പെൺകുട്ടികൾ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ഡെക്കിൽ അവരെ കാത്ത് ഒരു ഭീമാകാരൻ നിന്നിരുന്നു. ഒരു ചെമ്പൻ മുടിക്കാരൻ. തൈമൂർ അലി. അയാളുടെ പൂച്ചക്കണ്ണുകളിൽ വല്ലാത്തൊരു തരം തിളക്കം. പെൺകുട്ടികൾ ഭീതിയോടെ അയാളെ നോക്കി. അയാൾ വൃത്തികെട്ട പല്ലുകൾ പുറത്ത് കാട്ടിച്ചിരിച്ചു. പേടിക്കേണ്ട, ഒരു കാലത്ത് ഞാനും ഭാരതീയനായിരുന്നു. അതെൻ്റെ കുട്ടിക്കാലം. പക്ഷേ ഇന്ന് ഞാൻ പാകിസ്ഥാനിയാണ്. എന്നിരുന്നാലും ഇന്ത്യ പാക് അതിർത്തിക്കടുത്ത് തന്നെയാണ് എൻ്റെ വാസം. ഇപ്പോൾ ഒരു ചെറിയ ലക്ഷ്യം നേടണം. അതിനുവേണ്ടിയാണ് നിങ്ങളെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പെൺകുട്ടികൾ മറുപടി പറഞ്ഞില്ല. സമയം 9:09. DYSP അലക്സാണ്ടറുടെ ജീപ്പ് DGP ഓഫീസിന് മുന്നിൽ വന്നു നിന്നു. രഹസ്യ സങ്കേതത്തിൽ നിന്നും അവിടെ എത്തുവാൻ അലക്സാണ്ടർ എടുത്ത സമയം 4 മിനിറ്റ്. വളരെ തിരക്കേറിയ നഗരത്തിലൂടെ അത്രയും വേഗത്തിൽ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതം തന്നെയാണ്. DGP തന്നെ നേരിട്ട് വിളിക്കണമെങ്കിൽ തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് അലക്സാണ്ടർക്ക് അറിയാമായിരുന്നു. മൊസൈക്ക് തറയിൽ അയാളുടെ കനത്ത കാലടികൾ ശബ്ദമുണ്ടാക്കി. ഹാഫ് ഡോറിന് മുന്നിൽ കാലുകൾ നിശ്ചലമായി. മേ ഐ കമിൻ സർ? യെസ്, തിരുക്കം കൊണ്ട സ്വരം. അയാൾ അകത്ത് കയറി. DGPയെ സല്യൂട്ട് ചെയ്തു. സർ. അലക്സാണ്ടർ ഇരിക്കൂ. സർ. അയാൾ ഇരുന്നു. DGPക്ക് അയാളെ വലിയ കാര്യമാണ്. AGയോട് ഉള്ളതിനേക്കാൾ സ്വതന്ത്രമായ രീതിയിൽ അദ്ദേഹം അയാളോട് ഇടപെടും. വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. സർ. ടൂറിന് പോയ എൻ്റെ മകളും ഗവർണറുടെ മകളും കോവളത്ത് വെച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. വാട്ട്? അലക്സാണ്ടർ ചാടി എണീറ്റു. യെസ്. കോവളം പോലീസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അദ്ദേഹം അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ കോവളത്തേക്ക് പോയാലെന്തെന്ന് ചിന്തിക്കുകയായിരുന്നു. സർ, ഈ അവസ്ഥയിൽ താങ്കൾ ഇവിടെ വേണം. എന്തോ അതിപ്രധാനമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. മിനിറ്റുകൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ 5 പാകിസ്ഥാനികളെ കസ്റ്റഡിയിലെടുത്തു. മാരകമായ ബോംബുകളും മറ്റും അവരുടെ പക്കലുണ്ടായിരുന്നു. ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടേയുള്ളൂ. DGPയുടെ നെറ്റി ചുളിഞ്ഞു. ഈ സമയം അങ്ങകലെ കടലിൽ നങ്കൂരം വിട്ടുകിടക്കുന്ന കപ്പലിൽ തൈമൂർ അലി. ഡെക്കിൽ തന്നെയായിരുന്നു അയാൾ. പെൺകുട്ടികൾ പേടിച്ചു വിറച്ചതുമാതിരി പതുങ്ങി നിൽപ്പുണ്ട്. അലി സൂസന്നയെ നോക്കി. നിന്റെ തന്തയ്ക്ക് ഞാൻ ഫോൺ ചെയ്യാൻ പോകുകയാണ്. അയാൾക്ക് നിന്നോട് സ്നേഹമുണ്ടോയെന്നറിയട്ടെ. വാക്കുകളിൽ മയക്കുമരുന്നിൻ്റെ ഗന്ധം. അയാൾ ഫോണിലെ നമ്പറുകൾ അമർത്തി. DGP ഓഫീസിൽ റിസീവർ എടുക്കപ്പെട്ടു. DGP ജോസഫ് ചാക്കോ. തൈമൂർ അലി തിരക്കി. യെസ്. തൈമൂർ. തൈമൂർ അലി. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. തൈമൂർ അലി. DGP നടുങ്ങി. തൊട്ടുമുന്നിലിരുന്ന DYSP ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്ക് എന്ത് വേണം? ജോസഫ് ചാക്കോ തൻ്റെ ശബ്ദം പതറാതിരിക്കുവാൻ ആവുന്നത്ര ശ്രമിച്ചു. പറയാം. DGPക്ക് എന്താണ് ഇത്ര ധൃതി? മകളെ ഓർത്തിട്ടാണോ? അവൾ എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. പേടിക്കേണ്ട. പോലീസ് വ്യൂഹത്തിനുള്ളിൽ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതയാണ് എൻ്റെ അരികിൽ. നിങ്ങൾ എന്തിനാ അവരെ കിഡ്നാപ്പ് ചെയ്തു? മുന്നിൽ ഒരു ലക്ഷ്യവുമില്ലാതെ തൈമൂർ അത് ചെയ്യില്ലല്ലോ. അയാൾ ഉറക്കെ ചിരിച്ചു. മിനിറ്റുകൾക്ക് മുമ്പ് നിങ്ങളുടെ ഒരു പീറ DYSP എൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നിലെറിയണമെന്നൊരു പഴഞ്ചൊല്ല് ഭാരതത്തിലുണ്ടല്ലോ. ഞാനത് ചെയ്തു. നിങ്ങൾ എൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ മക്കളെയും കസ്റ്റഡിയിലെടുത്തു. അത്രമാത്രം. ജോസഫ് ചാക്കോ വിയർത്തു. നിങ്ങളുടെ ആവശ്യമെന്തെന്ന് പറഞ്ഞില്ല? അത് വ്യക്തമല്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ്റെ ആൾക്കാർ കഴിവതും വേഗത്തിൽ അവർ പുറത്തു വരണം. നോ. പെട്ടെന്ന് ജോസഫ് ചാക്കോയുടെ സ്വരം മാറി. അവർ ക്രിമിനലുകളാണ്, രാജ്യദ്രോഹികളാണ്, കേരളത്തിൽ അട്ടിമറി ശ്രമത്തിനെത്തിയവരാണ്. ഒക്കെ സമ്മതിച്ചു. അവരെ എത്രയും വേഗം റിലീസ് ചെയ്യുന്നോ അത്രയും കേടുകൂടാതെ നിങ്ങൾക്കും ഗവർണർക്കും മക്കളെ തിരികെ കിട്ടും. സെൻറ്റിമെൻസിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിജയിക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കി തരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് ഓർത്തോ. അതിനർത്ഥം സ്വന്തം മകൾ നഷ്ടപ്പെട്ടാലും ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കില്ലെന്ന് അല്ലേ? വ്യാഖ്യാനം എങ്ങനെയും ആകാം. എങ്കിൽ കേട്ടോളൂ. നിങ്ങളുടെ മക്കൾ മാത്രമല്ല നഷ്ടപ്പെടാൻ പോകുന്നത്. എൻ്റെ ആൾക്കാരുടെ റിലീസിങ്ങിനായി 3.5 മണിക്കൂർ സമയം തരാം. അത് കഴിഞ്ഞാൽ. DGP മറുപടി പറഞ്ഞില്ല. തൈമൂർ അലിയുടെ വൃത്തികെട്ട പല്ലുകൾക്കിടയിലൂടെ മയക്കുമരുന്നിൻ്റെ ഗന്ധമുള്ള
ചതഞ്ഞറിഞ്ഞ വാക്കുകൾ തെറിച്ചു വീണു. 3 മണിക്കൂർ 30 മിനിറ്റ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മഹാദുരന്തത്തിന് നിങ്ങൾ ഇരയാകേണ്ടി വരും. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും മരണം പതിയിരിക്കുന്നു. ന്യൂമോണിക് പ്ലേഗ് ബാധിച്ച ലക്ഷക്കണക്കിന് എലികൾ ഓരോ പട്ടണങ്ങളുടെയും വൃത്തികെട്ട ഓടകളുടെ ഇഴയും. മറക്കേണ്ട. 3 മണിക്കൂർ 30 മിനിറ്റ്. ഫോൺ കട്ടായി. DGPയുടെ ഉള്ളം പിടഞ്ഞു. തൈമൂർ അലി പറഞ്ഞത് സത്യമാണെങ്കിൽ? സാർ, അലക്സാണ്ടറെ ഉദ്വേഗം നിറഞ്ഞ ശബ്ദം. DGP ശിരസിളക്കി. നിങ്ങൾ അറസ്റ്റ് ചെയ്തവരുടെ കൈവശം എലിപ്പെട്ടികൾ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ സാർ. സൂക്ഷിക്കുക. അപകടം നമുക്ക് മുമ്പിൽ തന്നെയുണ്ട്. ഉടനെ പോലീസ് ഓഫീസേഴ്സിൻ്റെ കോൺഫറൻസ് നടക്കണം. സമയം 9:15. DGP ഓഫീസിന് മുന്നിലേക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങൾ ഇരമ്പി വന്നു നിന്നു. ചില സെക്കൻഡുകൾക്കുള്ളിൽ കനത്ത സെക്യൂരിറ്റിയോടെ ഗവർണർ രാമലിംഗവും എത്തിച്ചേർന്നു. രാമലിംഗവും ജോസഫ് ചാക്കോയും മുഖാമുഖം നോക്കി. പക്ഷേ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ഇരുവരുടെയും ഉള്ളം പിടയുകയായിരുന്നു. കോൺഫറൻസ് ഹാൾ സജീവമായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജാഗരൂകരായി. DGPയുടെ ചുണ്ടുകൾ ചലിച്ചു. കോവളത്ത് വെച്ച് പെൺകുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട വിവരം അപ്പോഴാണ് പലരും അറിയുന്നത്. DGP തനിക്ക് വന്ന ഫോൺ കോളിനെ കുറിച്ചും DYSP അലക്സാണ്ടർ നടത്തിയ വേട്ടയെക്കുറിച്ചും വ്യക്തമാക്കി. ഇനി എന്ത് വേണമെന്ന അർത്ഥത്തിൽ ഗവർണറെയും മറ്റുള്ളവരെയും നോക്കി. തൈമൂർ അലി അവർക്കൊക്കെ സുപരിചിതമായ നാമമായിരുന്നു. കാശ്മീർ പാകിസ്ഥാൻ്റേതാണെന്നും എങ്ങനെയും കാശ്മീർ പാകിസ്ഥാൻ്റെ കൂടെ ചേർക്കുമെന്നും പ്രതിജ്ഞയെടുത്തിരിക്കുന്ന ഒളിപ്പോരാളി. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഭീകരർ. പാകിസ്ഥാൻ്റെ ഒത്താശയോടെ ഭാരതത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ തൈമൂർ അലിയുടെ പ്രധാന ജോലി. 2 തവണ അതിർത്തി സേനയുടെ കയ്യിൽ അകപ്പെട്ടതാണെങ്കിലും അതിസമർത്ഥമായി രക്ഷപ്പെടുകയായിരുന്നു. പാകിസ്ഥാനിൽ പ്രത്യേക കമാൻഡോ പരിശീലനം ലഭിച്ചിട്ടുള്ള 4 ബറ്റാലിയൻ ഭീകരന്മാരാണ് തൈമൂറിൻ്റെ പിന്നിലുള്ളത്. ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങളാണ് അയാളുടെ പക്കലുള്ളത്. ഇവർ കേരളത്തിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ഇനിയും വ്യക്തമാകുന്നില്ലല്ലോ. IG നെറ്റിച്ചുളിച്ചു. ഏതായാലും ഒന്നുറപ്പാണ്. ന്യൂമോണിക് പ്ലേഗ് ബാധിച്ച എലികൾ കേരളത്തിലെ മണ്ണിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ശൂന്യമായ എലിപ്പെട്ടികൾ അതാണ് സൂചിപ്പിക്കുന്നത്, SP പറഞ്ഞു. 3.5 മണിക്കൂർ. അതിനുള്ളിൽ എന്ത് വേണമെന്നാണിപ്പോൾ ചിന്തിക്കേണ്ടത്. DGP വാച്ച് നോക്കി. എങ്ങനെയും പെൺകുട്ടികളെ വീണ്ടെടുക്കണം. DIGയുടെ അഭിപ്രായം. തീവ്രവാദികളെ റിലീസ് ചെയ്തിട്ടോ? അതിനോട് എനിക്ക് യോജിപ്പില്ല, ജോസഫ് ചാക്കോ തീർത്തു പറഞ്ഞു. രാമലിംഗം നിസ്സഹായനായി ഇരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിച്ചിട്ടായാലും വേണ്ടില്ല, തൻ്റെ പൊന്നുമോളെ തിരികെ കിട്ടിയാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സാറെന്തൊന്നും പറയാത്തത്? DGP അദ്ദേഹത്തെ നോക്കി. ഒക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, പക്ഷേ എൻ്റെ മക്കൾ. ആ ശബ്ദം എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു. അലക്സാണ്ടറുടെ ഹൃദയം ധൃതിയിൽ മിടിച്ചു. ബന്ദികളെ റിലീസ് ചെയ്യേണ്ടി വന്നാൽ? സാർ, അലക്സാണ്ടർ സംസാരിച്ചു, ബന്ദികളെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ചുളിഞ്ഞ നെറ്റിയോടെ അയാളെ നോക്കി. അതൊരു സ്ഥിരം വടക്കേ ഇന്ത്യൻ മോഡലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കളിക്ക് തൈമൂർ അലി തയ്യാറായിരിക്കുന്നതും. വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്താൽ ഉടനെ വീട്ടിലെ ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് ബന്ദികളുടെ മോചനം ആവശ്യപ്പെടും. ഏതായാലും ഇവിടെ നമുക്ക് 3.5 മണിക്കൂർ സമയമുണ്ടല്ലോ, ഒന്ന് പയറ്റി നോക്കാം. ഉയർന്ന പോലീസ് ഓഫീസർമാരിൽ പലരും അയാളെ പുച്ഛിച്ചു. ചിലർ അത് തുറന്നു പറയാനും മടിച്ചില്ല. നമ്മൾ ബന്ദികളെ വെച്ചുകൊണ്ടുള്ള കളിക്ക് മുതിരാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, IG കൃഷ്ണമൂർത്തി പറഞ്ഞു. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത്തരമൊരു ഘട്ടത്തിലല്ല പരീക്ഷണങ്ങൾക്ക് മുതിരേണ്ടത്. DYSPക്ക് വല്ലായ്മ തോന്നി. ഗവർണർക്കും കൃഷ്ണമൂർത്തിയുടെ അഭിപ്രായമാണെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ DGP സമ്മതിച്ചില്ല. ശക്തമായൊരു ഫോഴ്സല്ലേ നമ്മുടേത്. ശ്രമിക്കണം. തൈമൂർ പറഞ്ഞതുപോലെ ഒറ്റ എലിയും ഒരു നഗരത്തിലൂടെയും ഓടി നടക്കരുത്. എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഉടൻ വിവരം നൽകി ജാഗ്രത പാലിക്കുക. പെൺകുട്ടികളെ കടലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന നിലയ്ക്ക് അങ്ങനെയും ഒരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. കോവളം പോലീസ് ബോട്ടുകളിൽ കടലിലേക്ക് പോയിട്ടുണ്ട്. അതുമാത്രം പോരാ, എയർഫോഴ്സിൻ്റെ സഹായം കൂടി അഭ്യർത്ഥിക്കണം. അതൊരു നല്ല ആശയമായി എല്ലാവർക്കും തോന്നി. സമയം 9:23. പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും വയർലെസ് മെസ്സേജുകൾ പാഞ്ഞു. സംശയകരമായി ആരെ കണ്ടാലും ഉടൻ കസ്റ്റഡിയിലെടുക്കണം. നഗരങ്ങളുടെ ഓരോ മൂലയും അരിച്ചു പെറുക്കണം. ഈ ദൗത്യത്തിനായി റിസർവ് പോലീസും ആംഡ് പോലീസും ഉടനെ രംഗത്തിറങ്ങുവാനും ഉത്തരവുണ്ടായി. നഗരങ്ങൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാകുകയായിരുന്നു. സമയം 9:24. എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ ആകാശത്തിലേക്ക് ഉയർന്നു. അത് കോവളം ലക്ഷ്യമാക്കി പറന്നു നീങ്ങി. അതിനുള്ളിൽ യന്ത്രത്തോക്കുധാരികളായ 2 കമാൻഡോകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നേരത്തെ തന്നെ കപ്പലിൻ്റെ ഡെക്കിൽ നിൽക്കുകയായിരുന്ന തൈമൂർ അലിയുടെ വയർലെസ് ശബ്ദിച്ചു. അയാൾ തൻ്റെ കോഡ് ഉച്ചരിച്ചു. അപ്പുറത്തു നിന്ന് കേട്ട വിവരം അയാളെ ഞെട്ടിച്ചു. എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ തന്നെ തേടി വരുന്നു. അലിയുടെ മുഖം കോപം കൊണ്ട് തുടുത്തു. നായിൻ്റെ മോന്മാർ, അയാൾ അലറി. പിന്നെ റോജയുടെയും സൂസന്നയുടെയും അരികിലേക്ക് പാഞ്ഞു ചെന്നു. പെൺകുട്ടികൾ വിറച്ചുപോയി. എടി പട്ടി കഴിവേറുകളെ! റോജയെയും സൂസന്നയെയും നോക്കി തൈമൂർ അലി അലറി. നിൻ്റെയൊക്കെ തന്ത കഴിവേറുകൾ അലിയോട് കളിക്കാൻ തന്നെ ഭാവിച്ചിരിക്കുന്നു.
നീയൊക്കെ ചത്ത് പുഴുത്ത പട്ടികളുടെ കൂടെ കിടന്നാലും അവർക്ക് പ്രശ്നമില്ലായിരിക്കും. എന്നെ തേടി അവർ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടല്ലടി ഹെലികോപ്റ്ററൊന്നും കാണുന്നത്. എത്ര വിമാനം ഞാൻ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും കൃത്യമായ കണക്കില്ല. ആ എന്നെയോ ഉമ്മാക്കി കെട്ടി വിരട്ടാൻ തുടങ്ങുന്നത്. പെൺകുട്ടികൾ ശബ്ദിച്ചില്ല. തൈമൂർ തുടർന്നു. നിൻ്റെയൊക്കെ തന്തമാർ അവിടെ ഒന്ന് തുമ്മിയാൽ പോലും അതപ്പോൾ തന്നെ ഞാൻ അറിയും. അതാണ് തൈമൂർ. അയാൾ ഇവരെ ഡെക്കിൽ നിന്നും താഴേക്ക് വലിച്ചഴിച്ചു ഒരു മുറിയിലേക്ക് തള്ളി. പിന്നെ വയർലെസ്സിലൂടെ കൺട്രോൾ റൂമിലേക്ക് നിർദ്ദേശം നൽകി. ചില സെക്കൻഡുകൾക്കുള്ളിൽ ഡെക്കിൽ നിന്നും ഫൈബർ ഗ്ലാസ് പോലെയുള്ള ഒരാവരണം മുകളിലേക്ക് ഉയർന്നു. അത് കപ്പലിൻ്റെ മുകൾ ഭാഗം മൂടി. അടുത്ത സെക്കൻഡിൽ ആ കപ്പൽ ഒരു മറൈനായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. ക്രമേണ അത് വെള്ളത്തിലേക്ക് താണുപോയി. എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ അപ്പോൾ അങ്ങ് തെക്കുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. സമയം 9:30. DGP ജോസഫ് ചാക്കോയ്ക്ക് വീണ്ടും തൈമൂർ അലിയുടെ മെസ്സേജ്. ഉദ്വേഗത്തോടെ തൈമൂർ പറയുന്നത് അദ്ദേഹം കേട്ടിരുന്നു. 20 മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ താങ്കൾക്ക് ഫോൺ ചെയ്തിരുന്നു. ഇടിമുഴക്കം പോലെ ആ വാക്കുകൾ ഉയർന്നു. ആ സമയത്ത് ചില ഉപാധികൾ ഞാൻ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഒന്നെനിക്ക് ബോധ്യമായി. നിങ്ങൾ നേരെ നീങ്ങുന്ന ലക്ഷണമല്ല. സ്വന്തം മകളേക്കാൾ നിങ്ങൾക്കിഷ്ടം നാടാണെങ്കിൽ അങ്ങനെയാകട്ടെ. പക്ഷേ തൈമൂറിനെ തേടി ഹെലികോപ്റ്ററല്ല, പോർ വിമാനങ്ങൾ അയച്ചാൽ പോലും പ്രയോജനമില്ല. ദാറ്റ് ഈസ് തൈമൂർ അലി. അയാളുടെ അട്ടഹാസം റിസീവറിലൂടെ ഒഴുകിയെത്തി. നിങ്ങൾക്കൊന്നും തൈമൂറിനെ ശരിക്കറിയില്ല. കേട്ടുകേൾവിയല്ലേയുള്ളൂ. എൻ്റെ വാക്കുകളെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന അവഗണിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. ദൈവം വൈകിയാവും ശിക്ഷ വിധിക്കുക. എന്നാൽ തൈമൂർ അങ്ങനെയല്ല. ഉടൻ ശിക്ഷ നടപ്പാക്കും. അടുത്ത അരമണിക്കൂറിനുള്ളിൽ അത് DGPക്ക് ബോധ്യമാകും. നിങ്ങളുടെ ശിരസിനുമേൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്ലീസിൻ്റെ വാളാണ് തൈമൂർ. ഏത് നിമിഷവും ഉച്ചിയിൽ പതിക്കാം. ഞാൻ ആദ്യമായി താങ്കൾക്ക് ഫോൺ ചെയ്ത സമയം 9:10. എൻ്റെ ഉത്തരവ് അവസാനിക്കുന്ന സമയം 12:40. ആ കാര്യത്തിൽ മാത്രം ഇപ്പോഴും വ്യത്യാസമില്ല. 3.5 മണിക്കൂർ. വീണ്ടും വിളിക്കാം. ഫോൺ കട്ടായി. അരമണിക്കൂറിനുള്ളിൽ തൈമൂർ എന്ത് പ്രതികാരമാണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ DGPയുടെ തലച്ചോറ് പുകഞ്ഞു. പോലീസിൻ്റെ രഹസ്യത്താവളം, ടോർച്ചർ റൂം. DGP ഓഫീസിൽ നിന്നും വർദ്ധിച്ച കലിയോടെയാണ് DYSP അലക്സാണ്ടർ അവിടെ എത്തിയത്. SI സത്യരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീവ്രവാദികളെ കൊണ്ട് സത്യം പറയിക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ നാവിൻ തുമ്പിൽ നിന്നും ഒറ്റയക്ഷരം പോലും പുറത്തു വന്നില്ല. എങ്ങനെയും സത്യം ചികഞ്ഞെടുത്തേ പറ്റൂ. അലക്സാണ്ടർ ഉറച്ചു. അയാളുടെ നിർദ്ദേശാനുസരണം ഒരാളെ ടേബിളിൽ നിന്നും എണീൽപ്പിച്ച് മറ്റൊരു മുറിയിൽ കൊണ്ടുവന്നു. നടക്കുവാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ആ മനുഷ്യന്. അലക്സാണ്ടർ ഒരു കസേരയിലിരുന്നു. അയാൾക്ക് മുന്നിലായി പാകിസ്ഥാനിയെ പോലീസുകാർ നിർത്തി. എനിക്ക് വേണ്ടത് നിന്റെ നാവിൻ തുമ്പിൽ മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ്. അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു. അതിനുവേണ്ടി പുതിയ മുറകൾ പ്രയോഗിക്കുവാനും ഞാൻ മടിക്കില്ല. ആ മനുഷ്യനിൽ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. അലക്സാണ്ടർ ഒരു സിഗരറ്റ് കൊളുത്തി. ടെൽ മീ, തൈമൂർ കഹാ ഹേ? അയാൾ ശബ്ദിച്ചില്ല. നിന്റെ കാതിന് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പിന്നെ നിനക്ക് കിട്ടിയിട്ടുള്ള കർശനമായ ട്രെയിനിങ് ആണ് നിന്നെ ഇങ്ങനെ നിശ്ചലം നിർത്തുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും എപ്പോഴും പിടിച്ചു നിൽക്കാനാവില്ല. സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അലക്സാണ്ടർ എണീറ്റു. ശിക്ഷകളുടെ കാര്യത്തിൽ തൈമൂറിനേക്കാൾ ഭയങ്കരനാണ് ഞാനും. അതുകൊണ്ട് വേഗം പറഞ്ഞോ, തൈമൂർ എവിടെ? വെറുതെ സമയം നീക്കുവാനേ ഇത് ഉപകരിക്കൂ എന്ന് അലക്സാണ്ടർക്ക് ഉറപ്പായി. തൻ്റെ മുന്നിൽ ഇനി അവശേഷിക്കുന്നത് കേവലം 3 മണിക്കൂറുകളാണ്. സത്യരാജ്, അയാൾ വിളിച്ചു. സർ. SI ഓടിയെത്തി. ഇവർ ഏതെങ്കിലും കാലത്ത് സത്യം പറയും എന്ന വിചാരത്താൽ നമുക്ക് കാത്തിരിക്കുവാനില്ല. നമ്മുടെ മുന്നിൽ 3 മണിക്കൂറുകളേയുള്ളൂ. ചിലപ്പോൾ നാളെ മുതൽ കേരളത്തിലെ ജനങ്ങൾ ന്യൂമോണിക് പ്ലേഗ് പിടിപെട്ട് പിടഞ്ഞു വീണ് മരിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. ഒപ്പം ഗവർണറുടെയും DGPയുടെയും മക്കളുടെ അവസ്ഥയും വിസ്മരിക്കാവുന്നതല്ല. പൊതുവെ ഒരു പെൺകൊതിയൻ കൂടിയാണ് തൈമൂർ. എന്തിനും താൻ തയ്യാറാണെന്ന ഭാവത്തിലായിരുന്നു SI സത്യരാജ്. ഇവിടെ പോലീസിൻ്റെ 3-ാം മുറ പോലും തോറ്റിരിക്കുന്നു. ഇനി ചില കാടൻ പ്രയോഗങ്ങൾ മാത്രം ബാക്കി. സത്യരാജ് ശിരസിളക്കി. ഇവനെ തലക്കീഴായി കെട്ടിത്തൂക്കണം. നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിയുടെ കാലുകളിൽ കുടുക്കു വീണു. മുകളിലുള്ള ഹുക്കിലൂടെ കയർ വലിഞ്ഞു. അയാൾ അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടന്ന് ഊഞ്ഞാൽ പോലെ ആടി. ഒരു കോൺസ്റ്റബിൾ വലിയൊരു സഞ്ചിയുമായി വന്നു. പാകിസ്ഥാനി ഇതൊക്കെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അയാളുടെ കണ്ണുകൾ കുറുക്കി. മറ്റൊരു കോൺസ്റ്റബിൾ ഒരു പെട്ടിയുമായി വന്നു. അത് സഞ്ചിക്കുള്ളിലേക്ക് താഴ്ത്തിയിട്ട് അടപ്പ് തുറന്നു. അതേ സെക്കൻഡിൽ കൈ പിൻവലിക്കുകയും ചെയ്തു. പെട്ടി സഞ്ചിക്കുള്ളിൽ സഞ്ചിയുടെ മൂടി കൂട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അതിനുള്ളിൽ നിന്നും നേരിയ മൂളൽ ഉയർന്നു. ഇത്തവണ നീ സത്യം പറയും, എനിക്കുറപ്പുണ്ട്. മനുഷ്യൻ തോൽക്കുന്നിടത്ത് ജന്തുക്കളൊന്നും ജയിക്കില്ലെന്ന് കരുതരുത്. അടുത്ത സെക്കൻഡിൽ അലക്സാണ്ടർ ആ സഞ്ചി അയാളുടെ ശിരസിലേക്ക് വലിച്ചു കയറ്റി. കഴുത്തിൻ്റെ ഭാഗം വച്ച് കെട്ടി നിർത്തി. പിന്നെ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. നിമിഷങ്ങൾ. പാകിസ്ഥാനി പിടയുവാൻ തുടങ്ങി. അയാളുടെ നിലവിളി സഞ്ചിക്കുള്ളിൽ കേട്ടു. മേം പോലും. അവ്യക്തമായ ശബ്ദം. അലക്സാണ്ടർ മുഖം തെളിഞ്ഞു. അയാൾ സഞ്ചി അഴിച്ചു. SI കൂടി ചേർന്ന് വളരെ സൂക്ഷ്മതയോടെ അയാളുടെ ശിരസിനോട് അമർത്തിപ്പിടിച്ചാണ് സഞ്ചി താഴേക്ക് നിരക്കിയത്. കാരണം സഞ്ചിക്കുള്ളിൽ ഉള്ള കടന്നലുകൾ ഒരെണ്ണം പോലും പുറത്തു വരരുത്.
പിന്നെ അവ ആക്രമിക്കുന്നത് തങ്ങളെ ആയിരിക്കും. സഞ്ചിയുടെ വായഭാഗം മുറുക്കി കെട്ടി. പാകിസ്ഥാനിയുടെ മുഖവും ശിരസ്സുമെല്ലാം കടന്നലുകളുടെ കുത്തേറ്റ് തിണർത്ത് കഴിഞ്ഞിരുന്നു. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമല്ലോ അല്ലേ? പാകിസ്ഥാനി മൂളി. അലക്സാണ്ടർ കസേര മുന്നോട്ട് നീക്കിയിട്ട് അതിൽ ഇരുന്നിട്ട് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. നിന്റെ പേരെന്താ? ഇക്ബാൽ അലിയാസ്. തൈമൂർ അലി ഇപ്പോൾ എവിടെ കാണും? കടലിൽ. കപ്പലിലാണോ? അതെ. ഈ അവസരത്തിൽ ഫോൺ ശബ്ദിച്ചു. സത്യരാജ് റിസീവർ എടുത്തിട്ട് അലക്സാണ്ടറെ നോക്കി. സാറിനാണ്. അയാൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് DGP ജോസഫ് ചാക്കോ ആയിരുന്നു. തൈമൂർ അലിയുടെ രണ്ടാമത്തെ മെസ്സേജും പുതിയ ഭീഷണിയും അലക്സാണ്ടറോട് പറഞ്ഞു. അയാൾ കേട്ടുനിന്നു. DGP തുടർന്നു. അലക്സാണ്ടർ, ഗവർണർക്ക് എന്ത് നഷ്ടപ്പെടുത്തിയിട്ടായാലും മകളെ വീണ്ടെടുക്കണമെന്ന അഭിപ്രായമാണുള്ളത്. ഞാൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം തൽക്കാലം അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെന്നേയുള്ളൂ. എനിക്കത് മനസ്സിലായി സാർ. പിന്നെ തൈമൂറിൻ്റെ അനുചരനിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു തുടങ്ങി. തൈമൂർ കടലിൽ ഒരു കപ്പലിലുണ്ടെന്ന് പറഞ്ഞു. ഓ, DGPയുടെ സ്വരത്തിൽ സന്തോഷത്തിൻ്റെ അലകൾ. നമുക്ക് ഉടനെ വിജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ തിരികെ എത്തും മുമ്പ് ഈ വിവരം കൂടി അവരെ ധരിപ്പിക്കണം. പിന്നെ പെട്ടെന്നെന്തോ ഓർമ്മിച്ചിട്ട് നവണ്ണം അറിയിച്ചു. സാർ, 1 സെക്കൻഡ്. കപ്പലിൻ്റെ പേര് എന്താണെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ? റിസീവർ വെച്ചിട്ട് അയാൾ തിരികെ വന്നു. പറയടാ, കപ്പലിൻ്റെ പേരെന്താ? കിങ്. ആ വിവരവും DGP അറിയിച്ചിട്ട് തിരികെ വന്ന് അയാൾ വീണ്ടും കസേരയിലിരുന്നു. ഇനി ബാക്കി കൂടി പറയൂ. നിങ്ങൾ കേരളത്തിൽ എന്തിനാണ് വന്നിരിക്കുന്നത്? അട്ടിമറികൾക്ക്. എങ്ങനെയുള്ള അട്ടിമറികൾ? കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ബോംബ് വെച്ച് തകർക്കുക, ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, ഒപ്പം ന്യൂമോണിക് പ്ലേഗ് പടർത്തി ജനങ്ങളെ കൊല്ലുക. കേരളത്തിൽ ഇങ്ങനെ അട്ടിമറികൾ നടത്തിയതുകൊണ്ട് നിങ്ങൾക്കുള്ള നേട്ടം? കാശ്മീർ വിട്ടുകിട്ടുന്നതുവരെ ഈ കളി തുടരുക. കേരളം നശിച്ചു കഴിയുമ്പോൾ അടുത്ത സംസ്ഥാനത്തേക്ക് ഞങ്ങൾ കയറും. നിങ്ങളുടെ കൈവശമിരിക്കുന്ന എലിപ്പെട്ടികളിൽ പ്ലേഗ് ബാധിച്ച എലികളുണ്ടായിരുന്നില്ലേ? അയാൾ മിണ്ടിയില്ല. ഉണ്ടായിരുന്നില്ലടാ. അവയെന്ത് ചെയ്തു? റെയിൽവേ സ്റ്റേഷനിൽ തുറന്നുവിട്ടു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോ? അയാൾ മൂളി. മൈ ഗോഡ്. അലക്സാണ്ടർ കുതിച്ചെണീറ്റു. DGPക്ക് വിവരം നൽകി. എത്രയും വേഗത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആൾക്കാരെയെല്ലാം മാറ്റണം. എങ്ങനെയും അവിടെയുള്ള എലികളെ നശിപ്പിക്കണം. അതിന് വേണ്ടതൊക്കെ ചെയ്യാമെന്ന് ജോസഫ് ചാക്കോ ഉറപ്പു നൽകി. ന്യൂമോണിക് പ്ലേഗ് ബാധിച്ച എലികളെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ചോദ്യം ചെയ്യൽ തുടർന്നു. ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ നൽകിയ വൈറസുകൾ എലികളിൽ ഇഞ്ചക്ട് ചെയ്യും. വളരെ വേഗത്തിലാണ് അവയുടെ പ്രവർത്തനം. 24 മണിക്കൂറുകൾക്കുള്ളിൽ എലികൾ ചത്തുവീഴും. പിന്നെ വളരെ വേഗത്തിൽ വൈറസുകൾ അന്തരീക്ഷ വായുവിൽ ലയിക്കും. ആ വായു ശ്വസിക്കുന്നവരൊക്കെ രോഗികളായിത്തീരും. നടുക്കത്തോടെ അലക്സാണ്ടറും മറ്റും കേട്ടിരുന്നു. ഭാരതത്തിലാണെങ്കിൽ ഇപ്പോൾ പ്ലേഗിനെതിരെയുള്ള മരുന്ന് നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ പ്ലേഗ് ഇല്ല എന്നത് തന്നെ. ആശുപത്രിയിൽ വളരെ കുറച്ച് മരുന്നുകൾ ഉണ്ടായേക്കും. എന്നാലും ഇവിടെ പ്ലേഗ് പടർന്നാൽ ആയിരങ്ങൾ പിടഞ്ഞു വീണു മരിക്കും. ഒരിക്കൽ ഏകോദര സഹോദരരായി കഴിഞ്ഞിരുന്ന ഭാരതീയർ, അവരെ രണ്ടാക്കി മാറ്റിയ കുബുദ്ധികൾ. പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം. ശത്രുത അവിടെ തുടങ്ങുന്നു. സഞ്ചാരികളുടെ പറുദീസയായിരുന്ന കാശ്മീർ അതിനുവേണ്ടി എത്രമാത്രം ചോരപ്പുഴ ഒഴുക്കി, ഇന്നും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. അതിർത്തിയിൽ ഏതു നിമിഷവും ശത്രുക്കളുടെ ഷെല്ലാക്രമണം പ്രതീക്ഷിച്ചു കഴിയുന്ന ഭടന്മാർ. ബാരക്കുകൾക്കു നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുന്ന പാകിസ്ഥാനികൾ. ഇപ്പോഴിതാ പുതിയൊരു തന്ത്രവുമായി അവർ രംഗത്ത്. ന്യൂമോണിക് പ്ലേഗ്. നിങ്ങൾ മറ്റെന്തെങ്കിലും അട്ടിമറിക്ക് തുടക്കം കുറിച്ചിരുന്നോ? അലക്സാണ്ടർ അലിയാൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ നോട്ടത്തിൻ്റെ ശക്തിയിൽ തൻ്റെ കണ്ണുകൾ കത്തിയെരിയുമെന്ന് അലിയാസിന് തോന്നി. ചോദിച്ചത് കേട്ടില്ലടാ. അയാൾ മൂളി. എങ്കിൽ പറയൂ. എയർപോർട്ടിന് ഞങ്ങൾ ബോംബ് വെച്ചു കഴിഞ്ഞു. മൈ ഗോഡ്. അലക്സാണ്ടർ ചാടി എണീറ്റു. എത്ര മണിക്കാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്? 10 മണിക്ക്. അലക്സാണ്ടർ വാച്ച് നോക്കി. സമയം 9:45. അയാൾ തറയിൽ വട്ടം കറങ്ങി. തൊഴിയേറ്റ് ഇക്ബാൽ അലിയാസ് തറയിലേക്ക് വീണു. ഇക്ബാൽ അലിയാസിൻ്റെ മൂക്കിലൂടെയും വായിലൂടെയും രക്തം കിനിഞ്ഞു വന്നു. പക്ഷേ അലക്സാണ്ടർ അതൊന്നും ശ്രദ്ധിച്ചില്ല. മിനിറ്റുകൾക്ക് മുമ്പ് DGP ഫോണിൽ പറഞ്ഞത് അയാൾ ഓർത്തു. തൈമൂറിൻ്റെ പുതിയ ഭീഷണി. അരമണിക്കൂറിനുള്ളിൽ പ്രതികാരം. അത് ഇതുതന്നെയായിരിക്കണം. വർദ്ധിച്ച പകയോടെ അലക്സാണ്ടർ ഇക്ബാലിനെ നോക്കി. നിങ്ങൾ എയർപോർട്ടിന് ബോംബ് വെച്ച കാര്യം തൈമൂർ അറിഞ്ഞിരുന്നോ? അയാൾ മൂളി. എയർപോർട്ടിൽ എവിടെയാണ് ബോംബ് വെച്ചിരിക്കുന്നത്? പുരുഷന്മാരുടെ ബാത്റൂമിൽ. ഇക്ബാൽ അലിയാസിൻ്റെ മുഖമടച്ച് ഒരു ചവിട്ടുകൂടി കൊടുത്തു. റെയിൽവേ സ്റ്റേഷൻ. യാത്രക്കാരെ മുഴുവൻ പുറത്താക്കുവാൻ പോലീസിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. കാര്യമറിയാതെ ആൾക്കാർ തിക്കിത്തിരക്കി. ചിലർ പോലീസിനെ ചീത്ത വിളിച്ചു. ഇന്നിനി യാതൊരു ട്രെയിനുകളും അവിടെ നിന്നും പുറപ്പെടുകയോ അവിടെ എത്തിച്ചേരുകയോ ചെയ്യുകയില്ലെന്ന് പോലീസ് പ്രഖ്യാപിച്ചു. എന്നാൽ ആൾക്കാർ പരിഭ്രാന്തരാകാതിരിക്കുവാൻ വേണ്ടി കാരണം മാത്രം വ്യക്തമാക്കിയില്ല. പത്രപ്രതിനിധികൾ അവിടെ പാഞ്ഞെത്തി. അവരോട് പോലീസ് കാര്യം പറഞ്ഞില്ല. എല്ലാം ഉച്ചകഴിഞ്ഞ് പറയാം എന്ന് മാത്രം അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ പ്രത്യേക ഡോക്ടർമാരും ഉണ്ടായിരുന്നു പോലീസിൻ്റെ കൂടെ. എലികൾക്ക് വേണ്ടി പോലീസുകാർ പരതി നടന്നു. സമയം 9:45. ഗവർണറുടെ ഓഫീസ് റൂം. രാമലിംഗം അസ്വസ്ഥതയോടെ സീറ്റിൽ ചാരിയിരുന്നു. തൻ്റെ പൊന്നുമോൾ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അതേക്കുറിച്ച് ചിന്തിക്കാൻ കൂടി അശക്തനായിരുന്നു അദ്ദേഹം. ഇത്രയും പ്രശ്നങ്ങളുള്ള അവസ്ഥയിൽ തൈമൂറിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി മകളെ മോചിപ്പിക്കണമെന്ന് എങ്ങനെ DGPയോട് പറയും? പോരെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുമുണ്ടല്ലോ.
തൻ്റെ ഭാര്യയാണെങ്കിൽ ഇതുവരെ ഈ വിവരം അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കടവുളെ എന്ന് വിളിച്ചുകൊണ്ട് അവളിപ്പോൾ ഓടിയെത്തുമായിരുന്നു. ഫോണിൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. യാന്ത്രികമായി റിസീവർ എടുത്തു. തൈമൂർ. അപ്പുറത്തു നിന്നും പരുക്കൻ ശബ്ദം. ഹൃദയത്തിൽ തീക്കട്ട വീണതുപോലെ ഗവർണർ കിടുങ്ങിപ്പോയി. തൈമൂർ. യാ, എന്നതാ താങ്കൾക്ക് സുഖമാ? തൈമൂർ, നീ? ഓ, മറന്നു. താങ്കളുടെ മകൾ എൻ്റെ അടുത്താണല്ലോ. പേടിക്കണ്ട. തൈമൂർ സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനാണെങ്കിലും ഇതേവരെ ഞാൻ താങ്കളുടെ മകളെ ഒന്ന് തൊട്ടിട്ട് കൂടിയില്ല. രാമലിംഗത്തിൻ്റെ ഹൃദയം പിടച്ചു. തൈമൂർ തുടർന്നു. പക്ഷേ റോജ വളരെ സുന്ദരിയാണ്. ഇവളുടെ ഈ ജ്വലിക്കുന്ന സൗന്ദര്യം എത്ര നേരം ഞാൻ കണ്ടുകൊണ്ടിരിക്കും? ഗവർണറിൽ രണ്ടാമത്തെ നടുക്കം. മനുഷ്യൻ്റെ സഹനശക്തിക്ക് ഒരതിരില്ലേ? വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൈമൂർ, എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത്. താങ്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആൾക്കാരെ റിലീസ് ചെയ്തേര്. നോ. എങ്കിലിനി മകളുടെ ജനം കാണാം. എന്താ? തൈമൂർ. അതെ, തൈമൂർ തന്നെയാണ് പറയുന്നത്. ഇന്ന് ഭാരതത്തിലും പാകിസ്ഥാനിലും ഉള്ള കുറ്റവാളികളെക്കാൾ ഏറ്റവും ഭീകരൻ. പറഞ്ഞാൽ അതുപോലെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ ആൾക്കാരെ റിലീസ് ചെയ്തില്ലെങ്കിൽ തൻ്റെ മകളുടെ ഓരോ ഇഞ്ച് ശരീരവും ഞാൻ മൃഗീയമായി നശിപ്പിക്കും. അക്കാര്യത്തിൽ മാറ്റമില്ല. രാമലിംഗത്തിന് വാക്കുകൾ നഷ്ടമായി. തൈമൂർ ശാന്തനായി തിരക്കി. നിങ്ങൾക്ക് സ്വന്തം മകളാണോ? കേരളമാണോ വലുത്? രാമലിംഗം ഉത്തരം നൽകിയില്ല. തനിക്ക് പ്രിയപ്പെട്ടത് മകൾ തന്നെ. എന്നാലും തമിഴ്നാട്ടുകാരനായ താങ്കൾ കേരളത്തോട് അത്ര ആത്മാർത്ഥത പുലർത്തേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരുടേത്. താങ്കൾ ഉത്തരവിടണം എൻ്റെ ആൾക്കാരെ റിലീസ് ചെയ്യാൻ. യാതൊരു കേടും കൂടാതെ റോജയെ താങ്കളുടെ അരികിലെത്തിക്കാം. രാമലിംഗം ചിന്തിച്ചിരുന്നു. ഞാൻ വീണ്ടും വിളിക്കാം. തൈമൂർ ഫോൺ കട്ട് ചെയ്തു. എയർപോർട്ടിന് മുന്നിൽ ഡിവൈഎസ്പി അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാഞ്ഞെത്തി. ബോംബ് വിദഗ്ധരും മറ്റും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ നേരെ ബാത്റൂമിലേക്ക് ഓടുന്നത് കണ്ട് ജനങ്ങൾ മിഴിച്ചു നിന്നു. ഇക്ബാൽ അലിയാസ് പറഞ്ഞത് ശരിയായിരുന്നു. ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ നിന്നും അതിശക്തമായ ബോംബ് കണ്ടെടുത്തു. ജലത്തിലും സുരക്ഷിതമായിരിക്കുന്ന കവറിങ്ങോട് കൂടിയ ബോംബായിരുന്നു അത്. ബോംബ് വിദഗ്ധന്മാർ അത് നിർവീര്യമാക്കി. അലക്സാണ്ടർ ആശ്വാസപൂർവ്വം നിശ്വസിച്ചു. അപ്പോൾ സമയം 9:55. വാട്ട്? വയർലെസ്സിടെ എത്തിയ വാർത്ത കേട്ട് തൈമൂറിൻ്റെ നട്ടലിനുള്ളിൽ ഒരു തരിപ്പുണ്ടായി. ഏതാനും സെക്കൻഡുകൾ മരവിച്ച മട്ടിൽ ഇരുന്നു പോയി അയാൾ. തൈമൂറിന് പിഴവ് പറ്റുക, തൈമൂറിന് വാക്കുപാലിക്കാൻ കഴിയാതെ വരിക, അതിനർത്ഥം തൈമൂർ മരിച്ചുവെന്നാണ്. ഒരു വന്യമൃഗം കണക്കെ അയാൾ അലറി. ആ ശക്തിയിൽ കപ്പൽ ഒന്ന് കുലുങ്ങിയോ? അനുചരർ ഓടിയെത്തി ആജ്ഞയ്ക്ക് കാത്തു. ആ മുഖഭാവം അവരെയും നടുക്കി. തൈമൂർ വാച്ച് നോക്കി. സമയം 9:55. താൻ DGPക്ക് രണ്ടാമത് കൊടുത്ത മുന്നറിയിപ്പ് നടപ്പിലാക്കുവാൻ ഇനി 5 മിനിറ്റ്. എയർപോർട്ടിൽ നിന്നും ആ ബോംബ് അവർ കണ്ടെത്തുമെന്ന് സ്വപ്നേബി ചിന്തിച്ചില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കണമെങ്കിൽ തൻ്റെ ആൾക്കാരുടെ നാവിലൂടെ ആ രഹസ്യം ഒഴുകിപ്പോയിരിക്കണം. തൈമൂർ ഒരിക്കലും അത് സഹിക്കില്ല. മരിക്കേണ്ടി വന്നാലും രഹസ്യം പുറത്തു പോകരുത്. അങ്ങനെയുള്ളവർ സംഘത്തിൽ ഉണ്ടായിക്കൂടാ. അവരെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് രഹസ്യം പുറത്താക്കിയവരെ ശിക്ഷിക്കുകയായിരിക്കും. അതും തൈമൂറിൻ്റെ മാത്രം പ്രത്യേക ശിക്ഷയിലൂടെ തന്നെ. കൈകളിൽ കുടുക്കിയിട്ട് ഒരു നീണ്ട കയറിൽ ബന്ധിച്ച് കടലിൽ എറിയുക. കയറിൻ്റെ ഒരഗ്രം കപ്പലിൽ കെട്ടിയേക്കും. യാത്ര അവസാനിക്കുമ്പോൾ കയർ ഉയർത്തി നോക്കും. ജീവനോടെയുള്ളവർക്ക് മാപ്പ് നൽകും. പക്ഷേ ഇന്ന് വരെ അങ്ങനെ ആരെയും കിട്ടിയിട്ടില്ല. മിക്കവാറും അസ്ഥികളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെടുവാനാണ് സാധ്യത. അതൊന്നും ഇനി ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. തൻ്റെ വാക്കു പാലിക്കപ്പെടണം. കരയിലുള്ള അനുചരന്മാർക്ക് ധൃതിയിൽ മെസ്സേജ് നൽകി. വളരെ വേഗത്തിൽ ഒരു ജോലി പൂർത്തിയാക്കുക. അത് എന്തുമാകട്ടെ. ഏത് അട്ടിമറിയും. വയർലെസ് ഓഫ് ചെയ്തു. ഗോഡൗണിൻ്റെ ഷട്ടർ മുകളിലേക്ക് ഉയർന്നു. അതുവഴി ഒരു ട്രക്ക് പുറത്തേക്കിറങ്ങി. അതിനുള്ളിൽ യന്ത്രത്തോക്കുധാരികളായ 4 പേർ. ഷട്ടർ താണു. ട്രക്കിൻ്റെ ചക്രങ്ങൾക്ക് വേഗതയേറി. അതിനുള്ളിൽ ഇരുന്നവരുടെ കണ്ണുകളിൽ അഗ്നി എരിയുകയായിരുന്നു. യന്ത്രത്തോക്കുകൾ തീമഴ ചൊരിയുവാൻ കാത്തിരുന്നു. DGPയുടെ ഓഫീസിൽ ഡിവൈഎസ്പി അലക്സാണ്ടർ എത്തി. ബോംബ് നിർവീര്യമാക്കിയ കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നു. ജോസഫ് ചാക്കോ അഭിമാനിച്ചു. അലക്സാണ്ടറെ പോലെയുള്ള ഒരു 10 പേർ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇരട്ടി തലവേദനകൾ കുറഞ്ഞേനെ. IGക്കും SP ക്കും എന്നോട് നീരസമുണ്ട്, ജോസഫ് ചാക്കോ പറഞ്ഞു. അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി. ഓപ്പറേഷൻ തൈമൂറിൻ്റെ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചതിന് കുറച്ചു മുമ്പ് IG ഫോണിൽ എന്നോട് സംസാരിച്ചു. തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന്. തൈമൂർ പറയുന്നത് പോലെ നമുക്ക് ബന്ദികളെ റിലീസ് ചെയ്തിട്ട് പെൺകുട്ടികളെ മോചിപ്പിക്കാമെന്ന്. ഞാൻ വഴങ്ങിയില്ല. IGക്കും SP ക്കും തന്നെ ഇഷ്ടമല്ലെന്ന് അലക്സാണ്ടർക്ക് അറിയാമായിരുന്നു. ഇദ്ദേഹത്തെ പോലുള്ള ഒരാളായിരുന്നില്ല DGPയുടെ സീറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നേ താൻ ജോലി രാജിവെക്കേണ്ടി വന്നേനെ. ഏതായാലും തൈമൂറിൻ്റെ അരമണിക്കൂറിനുള്ളിലെ അട്ടിമറി നടന്നില്ല. അത്രയും ആശ്വാസം. DGP വിഷയം തിരിച്ചുവിട്ടു. അക്കാര്യത്തിൽ അലക്സാണ്ടർക്കും സംതൃപ്തി തോന്നി. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത്ര മോശമല്ലെന്ന് അയാളും ഒന്ന് മനസ്സിലാക്കട്ടെ. അലക്സാണ്ടർ വാച്ച് നോക്കി. 10 മണിയാകുവാൻ ഇനി 1 മിനിറ്റ്. 1 മിനിറ്റിനുള്ളിൽ തൈമൂർ പറഞ്ഞ ആ അരമണിക്കൂർ അവസാനിക്കും. അയാളുടെ ആദ്യത്തെ പരാജയം ആയിരിക്കും അത്. ട്രക്കിൻ്റെ ചക്രങ്ങൾ അന്തരീക്ഷത്തിൽ പറക്കുകയാണെന്ന് തോന്നുമായിരുന്നു. ഡ്രൈവറുടെ കാൽ പൂർണ്ണമായും ആക്സിലേറ്ററിൽ അമർന്നിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ കഴുകും കണ്ണുകൾ ചുറ്റുപാടും പരതി. ഇനി 1 മിനിറ്റ്. അയാൾ പിറുപിറുത്തു. എതിരെ പാഞ്ഞു വരുന്ന ഒരു പോലീസ് ജീപ്പ് പെട്ടെന്ന് കണ്ടു.
അതിന് തൊട്ടു പിന്നിൽ ഒരു വെളുത്ത ബെൻസ് കാർ. തട്ടിയേര്, ഒരുവൻ വിളിച്ചു പറഞ്ഞു. ഡ്രൈവർ ട്രക്ക് ഇടത്തേക്ക് വെട്ടിച്ചു. അതേ സെക്കൻഡിൽ വലത്തേക്കും വെട്ടിച്ചു. പാഞ്ഞു വന്ന പോലീസ് ജീപ്പിൻ്റെ മധ്യഭാഗത്ത് ട്രക്ക് ഇടിച്ചു. ടയർ തറയിലുരിഞ്ഞ് കത്തി. പോലീസ് ജീപ്പ് വന്ന വേഗതയിൽ ഒരു വശം ചരിഞ്ഞു മറിഞ്ഞു. അങ്ങനെ തന്നെ അത് മുന്നോട്ട് നിരങ്ങിപ്പോയി. ഒരു മതിലിൽ ഇടിച്ചു. മതിൽ പൊളിഞ്ഞു വീണു. പോലീസുകാർ ചതഞ്ഞൊടിഞ്ഞു. അവരുടെ നിലവിളികൾ ഉയർന്നു. ജീപ്പിലെ ടയറുകൾ അപ്പോഴും അതിദ്രുതം കറങ്ങുന്നുണ്ടായിരുന്നു. ബെൻസുകാരനുള്ളിൽ ആഭ്യന്തരമന്ത്രി അജയ് ബാലും പേഴ്സണൽ സ്റ്റാഫും. ട്രക്കിൻ്റെ ഡ്രൈവർ അത് വെട്ടിത്തിരിച്ചു. പിന്നെ അല്പം റിവേഴ്സിൽ എടുത്തു. തോക്കുധാരികൾ പുറത്തേക്ക് ചാടിയിറങ്ങി. റോഡിലൂടെ വന്ന ജനങ്ങൾ ഇത് കണ്ട് ഭയന്നോടി. ബെൻസുകാരൻ്റെ ഡ്രൈവർക്ക് അപകടം മണത്തു. അയാൾ പെട്ടെന്ന് റിവേഴ്സിൽ വണ്ടിയെടുത്തു. യന്ത്രത്തോക്കുകൾ ഗർജിച്ചു. കാറിൻ്റെ ചക്രങ്ങൾ തകർന്നമർന്നു. ഡ്രൈവർ പ്രാണരക്ഷാർത്ഥം പുറത്തു ചാടി. പക്ഷേ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. യന്ത്രത്തോക്കുകളിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടായി. ഡ്രൈവറുടെ ശരീരം അരിപ്പ പോലെ കിഴിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചോരക്കട്ടയായി അയാൾ തറയിൽ വീണു. രക്തം കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് ചിതറിത്തെറിച്ചു. മന്ത്രി ഭയന്നലറി. മരണം തോക്കും ചൂണ്ടിയെടുക്കുന്നു. അദ്ദേഹം കണ്ണുകൾ ഇറുക്കിയടച്ചു. നോ! പേഴ്സണൽ സ്റ്റാഫ് കൈ പുറത്തേക്കിട്ട് അരുതേയെന്ന് വിലക്കി. ആ ക്ഷണം അയാളുടെ കൈപ്പത്തി വെടിയുണ്ടകളേറ്റ് മുറിഞ്ഞ് തറയിൽ വീണു. അമ്മേ! അലറിപ്പിടഞ്ഞു അയാൾ. അടുത്ത ക്ഷണം കാറിൻ്റെ മുന്നിലെ ഗ്ലാസ് വെടിയുണ്ടകളേറ്റ് ചിതറിപ്പോയി. മന്ത്രിയുടെ നിലവിളി ഉയർന്നു. വെടിയുണ്ടകൾ കടന്നലുകളെ പോലെ ചീറിയെത്തി. നിമിഷങ്ങൾക്കുള്ളിൽ മന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെയും ശരീരങ്ങൾ അരിപ്പ പോലെ കിഴിഞ്ഞു. ഈ ഭീകര രംഗങ്ങൾ കണ്ട് കാൽനട യാത്രക്കാർ ഭീതിയോടെ തിരിഞ്ഞോടി. കമോൺ! കൊലയാളികൾ ട്രക്കിൽ ചാടിക്കയറി. മരണത്തിൻ്റെ കുഴൽ വിളിയുമായി അത് പാഞ്ഞുപോയി. അരമിനിറ്റിനുള്ളിലാണ് ഇത്രയും നടന്നത്. സമയം 10 മണി. തൈമൂർ പറഞ്ഞ അരമണിക്കൂർ. ഒന്നും സംഭവിച്ചില്ലെന്ന ആശ്വസ്തയുടെ DGPയുടെ ഓഫീസിൽ നിന്നും എണീക്കുകയായിരുന്നു DYSP അലക്സാണ്ടർ. അപ്പോൾ ഫോൺ ശബ്ദിച്ചു. DGP അറ്റൻഡ് ചെയ്തു. അലക്സാണ്ടർ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. അലക്സാണ്ടർ! DGPയുടെ ഒച്ച പതറി. ഹാഫ് ഡോറിൽ കൈവച്ച് അലക്സാണ്ടർ ഞെട്ടിത്തിരിഞ്ഞു. സാർ! സംസാരിക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു ജോസഫ് ചാക്കോ. എന്തുപറ്റി സാർ? തൈമൂർ വാക്കുപാലിച്ചു. ആഭ്യന്തരമന്ത്രി. ബാക്കി പറയാൻ DGPക്ക് കഴിഞ്ഞില്ല. സമയം 10 മണി. കടൽ. തൈമൂറിൻ്റെ കപ്പൽ. ഇപ്പോഴെന്ത് പറയുന്നു മിസ്റ്റർ DGP? കസേരയിൽ പിന്നോട്ടമർന്നിരിക്കുന്നതിനിടയിൽ തൈമൂർ ഫോണിലൂടെ ഒച്ചയുയർത്തി. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അതാണ് തൈമൂറിൻ്റെ രീതി. അതിർത്തിയിലെ ഇന്ത്യൻ സേനയ്ക്കിടയിലൂടെ ഒരു മിന്നൽ പിണർ പോലെ തെന്നി നീങ്ങുന്നവനാണ് തൈമൂർ. ഇടവിടാതെ ഗർജിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെൻ ഗണ്ണുകൾക്ക് മുന്നിലൂടെ കുതിച്ചു പായുന്നവനാണ് തൈമൂർ. ലക്ഷ്യമാണ് തൈമൂറിന് വലുത്, അല്ലാതെ സ്വന്തം ശരീരമല്ല. എയർപോർട്ടിലെ ബോംബ് നിങ്ങൾ കണ്ടെടുത്തെങ്കിൽ അതിലും പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ് ഞാൻ നേടിയത്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി. കൊള്ളാം അല്ലേ? DGPയിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ തൈമൂർ തുടർന്ന് പറഞ്ഞു. മോളെ ഞാൻ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നതെന്ന് കാണണ്ടേ? എൻ്റെ ഒരാൾ അവിടെ ഒരു കാസറ്റ് കൊണ്ടുവരും. കാസറ്റ്? ബാക്കി കേൾക്കാതെ ജോസഫ് ചാക്കോ റിസീവർ ക്രേഡിലേക്കിട്ടു. പിന്നെ മുന്നിൽ നിന്നിരുന്ന അലക്സാണ്ടറോട് എന്തോ പറയുവാൻ ഭാവിക്കുമ്പോൾ വാതിൽക്കിലേക്ക് ധൃതിയിൽ അടുത്തുവരുന്ന കാലടി ശബ്ദം കേട്ടു. കമീൻ! ആൾ വാതിലിൽ തട്ടും മുമ്പ് DGP പറഞ്ഞു. ഹാഫ് ഡോർ തള്ളി തുറന്ന് CI ലക്ഷ്മണൻ അകത്തെത്തി. അയാളുടെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. സല്യൂട്ട് ചെയ്തിട്ട് അയാളത് മേശപ്പുറത്ത് വെച്ചു. ഒറ്റ നോട്ടത്തിലെ DGPക്ക് മനസ്സിലായി വീഡിയോ കാസറ്റ്. മനോഹരമായി കവർ ചെയ്തിരുന്ന അതിൻ്റെ മുകളിൽ DGPയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആരാണിത് കൊണ്ടുവന്നത്? അവനെ ഉടനെ കസ്റ്റഡിയിലെടുക്കണം. സാർ, ലക്ഷ്മണൻ പറഞ്ഞു. കാറിൽ വന്നവരാരോ ഇത് ഗേറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതിൻ്റെ നമ്പർ നോട്ട് ചെയ്തില്ലേ? ഇല്ല സാർ, 4 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. അദ്ദേഹം ഒന്ന് അമർത്തി മൂളി. സാർ, ഒരിക്കൽ കൂടി സല്യൂട്ട് ചെയ്തിട്ട് CI ഇറങ്ങിപ്പോയി. അലക്സാണ്ടർ ഒന്നും മനസ്സിലാകാതെ കാസറ്റിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ജോസഫ് ചാക്കോ കവർ വലിച്ചു കീറി കാസറ്റ് പുറത്തെടുത്ത് VCPയിൽ നിക്ഷേപിച്ചു. TVയും പ്രവർത്തിപ്പിച്ചു. ജോസഫ് ചാക്കോയുടെയും അലക്സാണ്ടറുടെയും കണ്ണുകൾ ഉദ്യോഗത്തോടെ സ്ക്രീനിലേക്ക് നീണ്ടു. സെക്കൻഡുകൾക്കുള്ളിൽ TVയിൽ ചിത്രങ്ങൾ തെളിയുവാൻ തുടങ്ങി. ഒരു വലിയ റൂം. അതിന് നടുവിൽ തറയിൽ മുട്ടാത്തത്ര ഉയരമുള്ള ഒരു കസേരയിൽ ബന്ധിതയാണ് സൂസന്ന. ക്യാമറയുടെ ഫോക്കസ് അവളി മാത്രം പതിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ സൂസന്ന കൂടുതൽ അടുത്ത് കാണപ്പെട്ടു. മകളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ DGP. തൈമൂറിൻ്റെ ശബ്ദം കേട്ടു. മിടിക്കുന്ന ഹൃദയത്തോടെ ജോസഫ് ചാക്കോയും അലക്സാണ്ടറും അത് കണ്ടു. അടിയേറ്റ് തിണർത്ത പാടുകൾ. DGPയുടെ മനം നൊന്തു. താൻ അവളെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അവളിൽ നിന്നും ക്യാമറയുടെ ഫോക്കസ് തറയിലേക്ക് നീങ്ങി. അലക്സാണ്ടറിൽ നിന്നും വല്ലാത്ത ഒരു തരം ശബ്ദമുയർന്നു. തറയിലൂടെ 100 കണക്കിന് എലികൾ ഓടി നടക്കുന്നു. ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി DGPക്ക്. തൈമൂറിൻ്റെ സ്വരം. ഈ എലികൾക്കെല്ലാം ന്യൂമോണിക് പ്ലേഗാണ്. അധിക നേരം ഈ മുറിയിലെങ്ങനെ കഴിഞ്ഞാൽ സൂസന്നയെ രക്ഷിക്കാൻ മെഡിക്കൽ സയൻസിന് കഴിഞ്ഞെന്ന് വരില്ല. ഇനി 2.5 മണിക്കൂറിലധികം സമയമുണ്ട്. എന്നെ കീഴ്പ്പെടുത്തിക്കളയാം എന്നോ മറ്റോ വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ മകളെ ഞാൻ ഈ എലികൾക്ക് നടുവിലേക്ക് എറിഞ്ഞു കൊടുക്കും. അവ അവളെ തിന്നു തീർക്കും. തൻ്റെ കാതുകൾ കൊട്ടിയടക്കപ്പെട്ടത് DGP അറിഞ്ഞു. അദ്ദേഹം സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു. അലക്സാണ്ടർ TV ഓഫ് ചെയ്തിട്ട് വിളിച്ചു. സാർ! കണ്ണു തുറക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞു. അലക്സാണ്ടർ പോയിക്കോളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ബന്ദികളെ മോചിപ്പിക്കുവാൻ ഞാൻ ഉത്തരവിട്ടു പോയാലോ?
സാർ, അലക്സാണ്ടർ അമ്പരപ്പിൽ വിളിച്ചു. അതേടോ, ഞാനും ഒരു പിതാവാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ സൂസന്നയെ വളർത്തിയത്. വിവാഹം കഴിക്കാത്ത തനിക്കത് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. ആ വാചകങ്ങൾ അലക്സാണ്ടറുടെ മനസ്സിൽ കൊണ്ടു. മേലുദ്യോഗസ്ഥന് സല്യൂട്ട് നൽകി ഒന്നും പറയാതെ അയാൾ പിന്തിരിഞ്ഞു. വാതിൽക്കലെത്തിയപ്പോൾ DGP തിരക്കി. അലക്സാണ്ടർ, ഞാനങ്ങനെ പറഞ്ഞതിൽ തനിക്ക് വിഷമം തോന്നുന്നുണ്ടോ? നോ സാർ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന ഒരാളുടെ ഇത്തരം ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ അതിൻ്റെ വിഷമം അറിയൂ. മറ്റൊന്നുകൂടി എനിക്ക് ഉറപ്പു തരുവാൻ അലക്സാണ്ടർക്ക് കഴിയുമോ? പറയൂ സാർ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ ഒരിക്കലും നിങ്ങളോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തതാണ്. സാർ എന്തായാലും പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കിട്ടുമോടോ? അലക്സാണ്ടർ ഒരിക്കൽ കൂടി സ്തബ്ധനായി. വാക്കുകൾക്കായി അയാൾ പരതി. പറയടോ, തനിക്ക് ജീവനോടെ അവളെ എൻ്റെ മുന്നിൽ എത്തിക്കാൻ കഴിയുമോ? കഴിയും സാർ. അലക്സാണ്ടറുടെ സ്വരം മാറി. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനാണ് ഞാൻ. എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും വരുന്ന 2.5 മണിക്കൂറുകൾക്കുള്ളിൽ സൂസന്നയെ താങ്കളുടെ മുന്നിൽ എത്തിക്കും ഞാൻ. പിന്നീടൊന്നും പറയാതെ അയാൾ അവിടെ നിന്നിറങ്ങി. DGP ഓഫീസിന് മുന്നിൽ നിന്നും അലക്സാണ്ടറിനെയും വഹിച്ചുകൊണ്ടുള്ള ജീപ്പ് കുതിച്ചു. സമയം 10:04. 3 കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ആ ട്രക്കുമായി പാഞ്ഞു പോയവർ തങ്ങളുടെ താവളത്തിൽ തിരികെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരെ പ്രതീക്ഷിച്ച് ഒരാൾ അവിടെയുണ്ടായിരുന്നു. ഹമീദുള്ള ഖാൻ, തൈമൂർ അലിയുടെ വലം കൈ. നിങ്ങൾ ദൗത്യം വിജയിപ്പിച്ചു. തൈമൂർ അലി അതിന് നിങ്ങളെ പ്രത്യേകം അനുഭവിച്ചിട്ടുണ്ട്, ഹമീദുള്ള ഖാൻ പറഞ്ഞു. കൊലയാളിയുടെ കണ്ണുകൾ തിളങ്ങി. തൈമൂർ അലി അങ്ങനെ ആരെയും അനുമോദിക്കുന്ന കൂട്ടത്തിലല്ല. അവരെ കൂടാതെ കുറേ പേർ കൂടിയുണ്ടായിരുന്നു താവളത്തിൽ. ഗോഡൌണിൻ്റെ മൂലയിൽ അടുക്കി വച്ചിരിക്കുന്ന പലതരം യന്ത്രത്തോക്കുകളും ബോംബുകളും മറ്റായുധങ്ങളും. എങ്ങനെയും നമ്മുടെ ആളുകളെ രക്ഷിക്കുകയോ ഇല്ലാതെയാക്കുകയോ ചെയ്യണമെന്നാണ് തൈമൂറിൻ്റെ കൽപ്പന. അവരിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എയർപോർട്ടിൽ നിന്നും ബോംബ് കണ്ടെത്തിയതിലൂടെ വെളിവായിരിക്കുന്നത്. ഒരു ചുരുട്ടുകൂടി കത്തിക്കാനുള്ള സമയമെടുത്തിട്ട് ഹമീദുള്ള ഖാൻ തുടർന്നു. നമുക്ക് ആ ദൗത്യം നിറവേറ്റണമെങ്കിൽ ആദ്യം അവസാനിപ്പിക്കേണ്ട ഒരാളുണ്ട്, DYSP അലക്സാണ്ടർ. സർവീസിൽ ഉള്ളവരിൽ നിന്നും ചോർന്ന വിവരം അനുസരിച്ച് വഴുതക്കാട് ഭാഗത്താണ് അവരുടെ രഹസ്യസങ്കേതം. പക്ഷേ അവിടെ ആക്രമിക്കണമെങ്കിൽ അലക്സാണ്ടർ ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കരുത്. രഹസ്യതാവളത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ശത്രുക്കൾ എത്തിക്കഴിഞ്ഞാൽ അതറിയുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെയുണ്ട്. അലക്സാണ്ടർ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതലിങ്ങോട്ട് നമ്മൾ പറയുന്നിടത്ത് നിൽക്കും. അയാൾ ഓരോ അംഗങ്ങളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. അവരുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആഭ്യന്തരമന്ത്രിയെ കൈകാര്യം ചെയ്തതുപോലെ ഒരു സഡൻ അറ്റാക്ക് മതി. ഇപ്പോഴും നിങ്ങൾ സഞ്ചരിച്ച ട്രക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പോലീസ്. അതുകൊണ്ട് ഇനി മറ്റൊരു വാഹനം ഉപയോഗിച്ചാൽ മതി. റിസർവ് പോലീസും രംഗത്തുണ്ട്. തലസ്ഥാനത്തെ ഓരോ ഇഞ്ച് സ്ഥലവും അവർ അരിച്ചുപെറുക്കും. സംശയത്തിൻ്റെ നേരിയ ചലനം മതി അകത്താകാൻ. അതുകൊണ്ട് മറ്റൊരു രൂപത്തിൽ, ഭാവത്തിൽ, മറ്റു വാഹനത്തിലായിരിക്കണം ഇനിയുള്ള സഞ്ചാരം. അതുമാത്രമല്ല, തൈമൂറിൻ്റെ 3.5 മണിക്കൂർ അവസാനിക്കുന്ന സമയം വരെ കഴിയുന്നത്ര അട്ടിമറിക്കലും കൊള്ളകളും നടത്തണമെന്നാണ് കൽപ്പന. അലക്സാണ്ടറെ നമ്മുടെ മുന്നിൽ കിട്ടാൻ എന്താണ് മാർഗം? ഒരാൾ തിരക്കി. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മുടെ ശമ്പളം പറ്റുന്ന ആൾക്കാരുണ്ട്. അവർ തന്നെ നമുക്ക് അതിന് അവസരം ഉണ്ടാക്കിത്തരും. അവർ പുതിയ പല പദ്ധതികൾക്കും രൂപം നൽകി. DGPയുടെ ഓഫീസിൽ നിന്നും അലക്സാണ്ടർ രഹസ്യകേന്ദ്രത്തിലെത്തുവാൻ എടുത്ത സമയം 5 മിനിറ്റ്. അത്രയും സമയത്തിനുള്ളിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും അയാൾ കൈക്കൊണ്ടു കഴിഞ്ഞിരുന്നു. അതനുസരിച്ച് അയാൾ CA ബെഞ്ചമിനെയും SI സത്യരാജിനെയും അടുത്തു വിളിച്ചു. ഓപ്പറേഷൻ തൈമൂറിൻ്റെ നിയന്ത്രണം അവർ മൂവരും കൂടി ഏറ്റെടുത്തു. അതനുസരിച്ച് ബെഞ്ചമിനും സത്യരാജിനും ആദ്യമായി കിട്ടിയ ജോലി തലസ്ഥാനത്ത് കൊലപാതകങ്ങൾ നടത്തിയ തൈമൂറിൻ്റെ ആൾക്കാരെ തേടുകയായിരുന്നു. അവർ യാത്രയായ ഉടനെ അലക്സാണ്ടർ ഇക്ബാൽ അലിയാസിൻ്റെ അരികിലെത്തി. അയാളെ തറയിലിറക്കി ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. DYSP അടുത്ത് ചെന്നപ്പോൾ ഇക്ബാൽ കണ്ണുകൾ തുറക്കാൻ ഏറെ ബുദ്ധിമുട്ടി. കാരണം കടന്നൽ കുത്തിയും മർദ്ദനമേറ്റും അയാളുടെ മുഖത്ത് നീര് പിടിച്ചിരുന്നു. DYSP അയാളോട് തിരക്കി. നിന്നെ തൈമൂർ കൊല്ലും, ഞങ്ങളുടെ രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞതിന്. അയാൾ ഞെട്ടുന്നത് അലക്സാണ്ടർ കണ്ടു. നിനക്ക് ജീവിക്കണമെന്നുണ്ടോ? അത് കേട്ടപ്പോൾ അയാൾ ഒരു വിധേന കണ്ണുകൾ തുറന്നു. അവിടെ പ്രത്യാശയുടെ തിളക്കം അലക്സാണ്ടർ വായിച്ചറിഞ്ഞു. അപ്പോൾ നിനക്ക് ജീവിച്ചിരിക്കണം. പക്ഷേ ഏതു നിമിഷവും തൈമൂറിൻ്റെ ലൈറ്റ് മെഷീൻ ഗണ്ണിൻ്റെ ബാരൽ നിന്റെ നേരെയായിരിക്കും. ഇക്ബാൽ അലിയാസിൻ്റെ മുഖം മങ്ങി. സാർ, അയാൾ ശബ്ദിച്ചു. സത്യമായിട്ടും എനിക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ട്, അയാൾ തുറന്നു പറഞ്ഞു. അലക്സാണ്ടർ ഉള്ളിൽ ചിരിച്ചു. അലിയാസ് തുടർന്നു. കറാച്ചിയിലെ ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമായിരുന്നു ഞാൻ. ബീഡിത്തെറുത്ത് ഉപജീവനമാർഗം നടത്തിപ്പോന്നിരുന്ന എന്നെ വളരെ തന്ത്രപൂർവ്വമാണ് തൈമൂർ വലയിലാക്കിയത്. ഒരിക്കൽ ഭാരതത്തിൽ വ്യാപാരത്തിന് വന്നിട്ട് മടങ്ങുകയായിരുന്ന എൻ്റെ ബാപ്പയെ ട്രെയിനിൽ വെച്ച് ആരോ വെടിവെച്ചു കൊന്നു. ഇന്ത്യൻ പട്ടാളക്കാരാണത് ചെയ്തതെന്നാണ് തൈമൂർ പറഞ്ഞത്. അങ്ങനെ എനിക്ക് ഇന്ത്യയോട് വൈരം മുളയ്ക്കാൻ ഇടയായി. ആ അവസരത്തിലാണ് തൈമൂറിൻ്റെ അരങ്ങേറ്റം. അയാളുടെ വാക്കുകളിൽ ഞാൻ വ്യാമോഹിച്ചു. ശരിക്കും ഭീകരവാദി ആയതിനു ശേഷമാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. എൻ്റെ വാപ്പയെ കൊന്നിട്ട് പണം തട്ടിയെടുത്തത് ഇന്ത്യൻ പട്ടാളക്കാരല്ല, മറിച്ച് തൈമൂർ അലിയും സംഘവുമാണെന്ന്. ഇക്ബാൽ അലിയാസ് നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അലക്സാണ്ടർ അയാളുടെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റിയില്ല. എനിക്കിത്തിരി വെള്ളം വേണം സാർ, അയാൾ പറഞ്ഞു. അലക്സാണ്ടറുടെ നിർദ്ദേശാനുസരണം ഒരു കോൺസ്റ്റബിൾ വെള്ളം കൊണ്ടുവന്നു.
ഇക്ബാൽ അലിയാസ് അത് ആർത്തിയോടെ കുടിച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. ആ സത്യം അറിഞ്ഞതു മുതൽ നെഞ്ചിൽ അഗ്നിയും പേറി നടക്കുകയായിരുന്നു സാർ ഞാൻ. ഒരിക്കൽ എൻ്റെ ലൈറ്റ് മെഷീൻ ഗണ്ണിൻ്റെ വ്യൂ ഫൈഡറിൽ തൈമൂർ അലിയുടെ മുഖം കാണും. അന്ന് അവൻ്റെ തല തണ്ണിമത്തം പോലെ ഞാൻ ചിതറിക്കും. ഇങ്ങനെയുള്ള നിങ്ങളെന്തിന് പിന്നെയും അട്ടിമറികൾക്ക് കൂട്ടുചേരുന്നു? അല്ലാതെ പറ്റില്ല. ഞങ്ങളുടെ നിയമം അതാണ്. തൈമൂറിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചാൽ പിന്നീട് അയാൾ ജീവനോട് ഉണ്ടാവില്ല. തൈമൂറിനെ അടുത്ത കാലത്തെങ്ങും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ല. അലക്സാണ്ടർ താൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് കടന്നു. നിങ്ങളെ ഞാൻ രക്ഷിക്കാം. ഇക്ബാൽ അലിയാസിൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം. അതിനിടെ ഈ തലസ്ഥാന നഗരിയിൽ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പറയണം. അവരെ കൂടി അകത്താക്കിയില്ലെങ്കിൽ തന്നെ അവർ വേട്ടയാടും. ഇക്ബാൽ അലിയാസിൽ വല്ലാത്തൊരു തരം ഞെട്ടലുണ്ടാകുന്നത് അലക്സാണ്ടർ കണ്ടു. ഇക്ബാൽ അലിയാസിൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലേക്ക് DYSP അലക്സാണ്ടറുടെ കണ്ണുകൾ ആഴ്ന്നിറങ്ങി. ഏതാനും സെക്കൻഡുകൾ അലിയാസ് ശബ്ദിച്ചില്ല. അലക്സാണ്ടർ ഒന്നും ചോദിച്ചതുമില്ല. സാർ, അലിയാസ് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കുന്നവർ ഈ തലസ്ഥാനത്ത് തന്നെയുണ്ട്. പക്ഷേ ടെൽമി, അവരൊക്കെ ഇവിടുത്തെ ഉന്നതന്മാരാണ് സാർ. അവർ ആരായാലും എനിക്കൊന്നുമില്ല. ദൈവം അല്ലെങ്കിൽ പിടിച്ചു ഞാൻ ലോക്കപ്പിലാക്കും. അലക്സാണ്ടറുടെ വാക്കുകൾക്ക് കനം കൂടി. അലിയാസിൻ്റെ നാവിൻ തുമ്പിൽ നിന്നും രഹസ്യങ്ങളുടെ കെട്ടുകൾ പൊട്ടിത്തുടങ്ങി. സമയം 10:10. കടൽ. ഹെലികോപ്റ്റർ ഇപ്പോഴും കിങ് എന്ന കപ്പലിനെ തേടി നടക്കുകയായിരുന്നു. വെള്ളത്തിന് മുകളിലൂടെ ഒരു കൂറ്റൻ കഴുകനെ പോലെ പറന്നു നീങ്ങുന്ന ഹെലികോപ്റ്റർ കപ്പലിൻ്റെ കൺട്രോൾ റൂമിലെ TV-യിലൂടെ തൈമൂർ അലി കാണുകയായിരുന്നു. കപ്പൽ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെ. ഇത്തരം സജ്ജീകരണങ്ങൾ ഉള്ളത് ഏറ്റവും നന്നായി എന്ന് തൈമൂറിന് തോന്നി. ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. തൈമൂറിൻ്റെ നെറ്റിച്ചുളിഞ്ഞു. അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അയാൾ ഹെലികോപ്റ്ററിൻ്റെ സ്ഥാനം കാൽക്കുലേറ്റ് ചെയ്തു. തെക്കോട്ട് പോയ ഹെലികോപ്റ്റർ വീണ്ടും തിരികെ വരികയായിരുന്നു. തൈമൂർ എന്ന പാക് ഭീകരൻ്റെ കണ്ണുകളിൽ അസാമാന്യമായ തിളക്കം. വാ വാ, അടുത്തേക്ക് വാ. ക്രൂരമായ ഒരു ചിരിയോടെ അയാളിൽ നിന്നും വാക്കുകൾ ചിതറി. കൺട്രോൾ റൂമിലുണ്ടായിരുന്ന മറ്റു ചിലർ ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നു. കാരണം തൈമൂർ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അയാൾ മറ്റൊരു TV പ്രവർത്തിപ്പിച്ചു. അതിൽ കപ്പലിൻ്റെ പാർശ്വഭാഗം തെളിഞ്ഞു. അവിടെ പ്രത്യേക സിഗ്നലുള്ള ഒരു ഭാഗം. തൈമൂർ ഒരു സ്വിച്ച് അമർത്തി. സിഗ്നൽ ഉള്ള ഭാഗം ഒരു വാതിൽ പോലെ തുറക്കപ്പെട്ടു. അതുവഴി റോക്കറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു വസ്തു പുറത്തേക്ക് നീണ്ടു. മിസൈൽ. അയാളുടെ നോട്ടം വീണ്ടും ഹെലികോപ്റ്ററിലേക്ക് പാറി വീണു. റഡാറിൽ അതും കപ്പലുമായുള്ളവ അകലം തെളിഞ്ഞു. വീണ്ടും അകലം കുറഞ്ഞു വന്നു. നിശ്ചിത അകലമായതും തൈമൂർ സ്വിച്ച് അമർത്തി. കടൽ വെള്ളമിളകി. കപ്പലിൻ്റെ പാർശ്വത്തിൽ നിന്നും അസാധാരണ വേഗത്തിൽ അത്യുഗ്രമായ ഇരമ്പലോടെ ആ മിസൈൽ മുകളിലേക്ക് കുതിച്ചു. ഒരു സെക്കൻഡിനുള്ളിൽ ജലത്തിൻ്റെ ഉപരിതലം പിളർന്ന് അത് ഹെലികോപ്റ്ററിന് നേരെ പാഞ്ഞു. തൈമൂർ TV-യിലേക്ക് നോക്കിയിരുന്നു. എന്തോ ഒരു വസ്തു തങ്ങൾക്ക് നേരെ കുതിച്ചു വരുന്നത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ കണ്ടു. പൈലറ്റിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മിസൈൽ ഹെലികോപ്റ്ററിൽ വന്നിടിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ഉഗ്ര സ്ഫോടനം. അഗ്നി പടർന്ന ഹെലികോപ്റ്റർ നൂറായി ചിതറിത്തെറിച്ചു. അതിലുണ്ടായിരുന്ന മനുഷ്യരും ചിതറിപ്പോയി. തൈമൂർ അലി അട്ടഹസിച്ചു. ഈയാമ്പാറ്റകൾ. തൈമൂറിനെ തേടി ഇറങ്ങുന്നവർക്ക് ഇതാണ് അനുഭവം. വിളക്കിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്ന ചെറുപ്രാണികൾ. തൈമൂർ കൺട്രോൾ റൂമിൽ നിന്ന് എണീറ്റു. പക്ഷേ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് എന്നവണ്ണം വയർലെസ് പ്രവർത്തിപ്പിച്ചു. റസിയയല്ലേ? ജി സാബ്, നിന്റെ ദൗത്യം എന്തായി? മിക്കവാറും ഇന്ന് രാത്രിയിൽ ഞാൻ ആ രഹസ്യം ചോർത്തും സാബ്. അദ്ദേഹം ഇന്നെൻ്റെ അരികിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞതുപോലെ ഇനിയൊരിക്കലും അയാൾ തിരികെ പോകരുത്. എനിക്കറിയാം സാബ്. പിന്നെ നിന്നെ ആർക്കും സംശയം തോന്നിയിട്ടില്ലല്ലോ? ഇല്ല സാബ്. ഗുഡ്. അയാൾ വയർലെസ് ഓഫ് ചെയ്തു. തൈമൂറിൻ്റെ ഈ ആഗമനത്തിന് പിന്നിലുള്ള പരമപ്രധാനമായ മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി യത്നിക്കുകയാണ് റസിയ. അവൾക്കതിന് കഴിയുമെന്ന് തൈമൂറിന് വിശ്വാസമുണ്ട്. വയർലെസ് ഓഫ് ചെയ്തിട്ട് റസിയ ഈ അവസരത്തിൽ കിടക്കയിലേക്ക് മറിയുകയായിരുന്നു. പരിപൂർണ്ണ നഗ്നയായ അവൾക്കരികിൽ അപ്പോൾ തലസ്ഥാനത്തെ ഒരു വമ്പൻ തിമിംഗലം ഉണ്ടായിരുന്നു. പുറത്ത് കത്തിക്കാളുന്ന വഴിയിൽ. പക്ഷേ റസിയയുടെ മുറിയിൽ എയർ കണ്ടീഷൻ്റെ കുളിർമയായിരുന്നു. റസിയ ഏതാണ്ട് 25 വയസ്സിലധികമില്ലാത്ത മാലിക്കാരി. തൈമൂർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവളെയാണ് നിയോഗിക്കുന്നത്. മേനിക്കൊഴുപ്പ് കൊണ്ട് അവൾ ആരെയും വീഴ്ത്തും. ഒരു തവണ അവളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പിന്നീടൊരിക്കലും അവളെ ഉപേക്ഷിക്കില്ല. അവളുടെ പിന്നാലെ അവൾ പറയുന്നത് കേട്ട് ദാസ്യവേല ചെയ്തുകൊള്ളും. അതാണ് റസിയ. ഈ തലസ്ഥാന നഗരിയിൽ അവൾ എത്തിയിട്ട് 4 മാസങ്ങളെ ആകുന്നുള്ളൂ. ഇതിനിടെ അവൾ തൻ്റെ പരമപ്രധാനമായ ലക്ഷ്യത്തോട് ഏറെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും പുരുഷന്മാരെ മതിയാകാത്തവളാണ് റസിയ. അതുകൊണ്ട് തന്നെ എന്നും അവൾക്ക് തന്നെയായിരിക്കും വിജയം. ഇപ്പോഴും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. തലസ്ഥാനത്തെ വമ്പൻ തിമിംഗലം അവൾക്കരികിൽ ഒരു പഴം തുണിക്കെട്ട് പോലെ തളർന്നു കിടക്കുന്നു. അവൾക്ക് പുച്ഛം തോന്നി. ആരുമായാ സംസാരിച്ചത്? അയാൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് അവളെ നോക്കി. എൻ്റെ ഒരു സുഹൃത്താണ്. പിന്നെ സാബ് എന്ന് വിളിച്ചത്? സാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവൾ ഗൂഢമായി ചിരിച്ചു. സമയം 10:15. ഇക്ബാൽ അലിയാസിൽ നിന്നറിഞ്ഞ നടുക്കുന്ന രഹസ്യങ്ങൾ കേട്ട് എണീൽക്കുകയായിരുന്നു DYSP അലക്സാണ്ടർ. തൻ്റെ ചുറ്റുപാടും ശത്രുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് അയാൾക്കുറപ്പായി. ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് അലിയാസിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാൻ നിർദ്ദേശിച്ച ശേഷം പുറത്തേക്ക് നടക്കുമ്പോഴാണ് ഒരു ഫോൺ സന്ദേശം അയാളെ തേടിയെത്തിയത്. അപ്പുറത്ത് SP ആയിരുന്നു. ഉടനെ നിങ്ങൾ ഇവിടേക്ക് വരണം. ശരി സാർ.
അയാൾ ജീപ്പിൽ കയറി. അത് പുറത്തേക്ക് കുതിച്ചു. ഗോഡൌണിൻ്റെ ഷട്ടർ ഉയർന്നു. അതിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നത് ഒരു ആംബുലൻസ് ആയിരുന്നു. ഹെഡ്ലൈറ്റുകൾ തെളിച്ച് സിഗ്നൽ ലൈറ്റിട്ട് അത് പാഞ്ഞു. അതിനുള്ളിൽ ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ചു കിടന്നു പിടയുന്ന ഒരു മനുഷ്യൻ. പ്രധാന റോഡുകളിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് പരിശോധിക്കുകയായിരുന്നു പോലീസ് സംഘം. ആംബുലൻസ് നിന്നു. പോലീസുകാർ ഓടിയെത്തി അകത്തേക്ക് നോക്കി. ഹോ! ആ കാഴ്ച കണ്ട് അവർ വല്ലാതെയായി. വേഗം അതിന് പോകുവാനുള്ള വഴിയൊരുക്കി അവർ. വാൻ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ സീറ്റുകൾക്കിടയിൽ നിന്നും അവർ യന്ത്രത്തോക്കുകൾ വലിച്ചെടുത്തു. രക്തത്തിൽ കുളിച്ചു കിടന്ന മനുഷ്യനും ചാടി എഴുന്നേറ്റു. അപ്പോൾ അയാളുടെ കയ്യിലും ഉണ്ടായിരുന്നു ഒരു സ്റ്റൈൻ ഗൺ. വാനിൻ്റെ ചക്രങ്ങൾക്ക് വേഗതയേറി. കൊലയാളികൾ പുറത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു. വാൻ SP ഓഫീസിനടുത്ത് എത്താറായി. പെട്ടെന്ന് കണ്ടു എതിരെ അതിദ്രുതം പാഞ്ഞു വരുന്ന പോലീസ് ജീപ്പ്. അതവൻ തന്നെയാണ്. ആ ബാസ്റ്റർഡ്! ഒരുവൻ അലറി. വാൻ ബ്രേക്ക് ചെയ്തു. തൊട്ടുമുന്നിൽ ജീപ്പും. യന്ത്രത്തോക്കുകൾ ജീപ്പിന് നേരെ തിരിഞ്ഞു. ഒരു സെക്കൻഡ്. DYSPയുടെ എക്സ്റേ ശക്തിയുള്ള കണ്ണുകൾ വാനിലേക്ക് പാളി വീണു. ഗ്ലാസിനുള്ളിലൂടെ യന്ത്രത്തോക്കുകളുടെ ചലനം അയാൾ അറിഞ്ഞു. അലക്സാണ്ടർക്ക് അപകടം മണത്തു. ഞൊടിയുടെ ഭീകരന്മാർ പ്രതീക്ഷിച്ചതല്ല അവിടെ നടന്നത്. മുന്നോട്ട് വന്ന വേഗതയിൽ ജീപ്പ് പിന്നോട്ട് കുതിച്ചു. കമോൺ, വിടരുതവനെ! വാനും നീങ്ങി. എന്നാൽ വൈകിപ്പോയിരുന്നു. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ അലക്സാണ്ടർ തൊട്ടടുത്ത് കണ്ട മതിൽ ചാടിക്കടന്നു. യന്ത്രത്തോക്കുകളിൽ നിന്നും കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ ഉയർന്നു. മതിൽ തകർന്നു വീണു. പക്ഷേ അലക്സാണ്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് തോന്നിയ കൊലയാളികൾ പാഞ്ഞുപോയി. അലക്സാണ്ടർ SP ശരത് കുമാറിൻ്റെ മുന്നിലെത്തി. സാർ! മേലുദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്തു. ശരത് കുമാർ ചോദ്യഭാവത്തിൽ DYSPയെ നോക്കി. പെട്ടെന്ന്, ഇവിടെ എത്തണമെന്ന് സാർ ഫോൺ ചെയ്തത്? ഞാനോ? യെസ് സാർ. നിങ്ങൾക്ക് എന്ത് പറ്റി മിസ്റ്റർ അലക്സാണ്ടർ? ഇത്തവണ അമ്പരുന്നത് അലക്സാണ്ടറാണ്. ഞാൻ ആർക്കും ഫോൺ ചെയ്തിട്ടില്ല സാർ. പക്ഷേ ഷട്ടപ്പ്, നിങ്ങൾക്ക് പോകാം. അലക്സാണ്ടർ തിരിഞ്ഞു നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ SP തിരക്കി. തൈമൂറിനെ അറസ്റ്റ് ചെയ്തോ? വാക്കുകളിൽ നിറഞ്ഞ പരിഹാസം. അലക്സാണ്ടറുടെ മുഖം മാറി. അയാൾ തിരിഞ്ഞു നിന്നു. ശരത് കുമാറിൻ്റെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. താൻ ആ പാവം പെൺകുട്ടികളെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ. ഞാൻ അത്രയുമല്ലേ ചെയ്യുന്നുള്ളൂ. കാക്കിക്കുപ്പായം അണിഞ്ഞുകൊണ്ട് ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒറ്റിക്കൊടുക്കുന്നില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യുന്നുവെന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല സാർ. അത്തരം ബാസ്റ്റാർഡുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അലക്സാണ്ടർ വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. അയാളുടെ കനത്ത കാലുടെ അച്ചുകൾ തൻ്റെ കാതുകളിൽ മുഴങ്ങുന്നതുപോലെ തോന്നി ശരത് കുമാറിന്. സമയം 10:20. കടൽ. ഇപ്പോൾ തൈമൂർ അലിയുടെ കിങ് എന്ന കപ്പൽ ജലത്തിന് മുകളിലാണ്. ഡെക്കിൽ നിന്നുകൊണ്ട് തൈമൂർ ബൈനോക്കുലറിലൂടെ ചുറ്റുപാടും നോക്കി. തികച്ചും സുരക്ഷിതം. 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരൊറ്റ ശത്രു പോലുമില്ല. ചൂട് കൂടി വരികയാണ്. തൈമൂർ അതൊന്നും അറിഞ്ഞില്ല. കപ്പലിന് മുകളിൽ ഏതാനും കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. താൻ വിചാരിച്ചത്രയും വേഗത്തിൽ പിടി തരുന്നവരല്ല കേരള പോലീസെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. വടക്കേ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബന്ദികളെ മോചിപ്പിച്ചിട്ട് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയാനെ. കേരളീയർക്ക് അതിലും കൂടുതൽ ദേശസ്നേഹമുണ്ട്. അവിടെയാണ് കുഴപ്പം. തൈമൂറിൻ്റെ തലച്ചോറ് പുകഞ്ഞു. പെട്ടെന്ന് ഗവർണർ രാമലിംഗത്തിൻ്റെ മുഖം ആ മനസ്സിൽ തെളിഞ്ഞു. നേരത്തെ ഫോണിൽ സംസാരിച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞതാണ്. രാമലിംഗത്തിൻ്റെ മകൾ ജീവനാണ്. വിട്ടുവീഴ്ചകൾക്കൊക്കെ അയാൾ തയ്യാറുമാണ്. പക്ഷേ DGPയുടെ നിസ്സഹകരണമാണ് അയാളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം തൈമൂർ അലിയുടെ ബുദ്ധിയിൽ പുതിയ ചില പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു. തലസ്ഥാന നഗരിയിലുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലിന് മുന്നിൽ ജീപ്പുകളുടെ ചക്രങ്ങൾ അലറി നിന്നു. DYSP അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സേന ചാടിയിറങ്ങി. 2 വനിതാ കോൺസ്റ്റബിൾസും വാച്ചർ അമ്പരന്നു. കാരണം ഹോട്ടൽ തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. ഇതേവരെയും യൂണിഫോമിലുള്ള ഒരു പോലീസ് ഓഫീസർ ഈ ഹോട്ടലിൽ മുറ്റത്തെത്തിയിട്ടില്ല. ചീഫ് മിനിസ്റ്ററുടെ മകൻ്റെ അമ്മായിയപ്പൻ്റെ പേരിലുള്ളതാണ് ഈ ഹോട്ടൽ. വാച്ചർ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ DYSP പുഷ് ഡോർ കടന്ന് അകത്തെത്തിക്കഴിഞ്ഞിരുന്നു. റിസപ്ഷൻ കൗണ്ടറിലിരുന്ന അതിമനോഹരിയായ യുവതി ചാടി എണീറ്റു. സാർ! അലക്സാണ്ടറുടെ കത്തുന്ന കണ്ണുകൾ അവളിൽ വീണു. യുവതിയുടെ തല കുനിഞ്ഞുപോയി. അത്ര തീക്ഷ്ണമായ നോട്ടമായിരുന്നു അയാളുടേത്. താൻ ഈ യുവതിയെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അലക്സാണ്ടറും ഓർത്തു. പെട്ടെന്ന് അയാൾക്ക് ആളിനെ പിടികിട്ടി. ദൂരദർശൻ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സീരിയലുകളിൽ ഈ പെൺകുട്ടിയുണ്ട്. രജിസ്റ്റർ എടുക്കൂ, അലക്സാണ്ടർ കൽപ്പിച്ചു. അവൾ ദയനീയഭാവത്തിൽ അയാളെ ഒന്ന് നോക്കി. പിന്നെ തടിച്ച ബുക്കെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അലക്സാണ്ടറുടെ കൈകൾ ധൃതിയിൽ പേജുകൾ മറിച്ചു. ഇടയ്ക്ക് 147 നമ്പർ റൂം, റസിയ, ഫ്രം മാലി. അലക്സാണ്ടർ ആ അഡ്രസ്സിൽ മിഴികളൊടുക്കി. കമോൺ! പിന്നിൽ നിന്ന പോലീസുകാരോട് പറഞ്ഞിട്ട് അലക്സാണ്ടർ മുന്നോട്ട് നീങ്ങി. സാർ! യുവതി വിളിച്ചു. അയാൾ നിന്നു. പിന്നെ തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. VIP താമസിക്കുന്ന ഹോട്ടലാണിത്. അലക്സാണ്ടർ തിരികെ വന്നു. യുവതിയുടെ മുഖം വിളറി. വനിതാ കോൺസ്റ്റബിൾസ് പല്ലു ഞെരിച്ചു. VIP വ്യഭിചരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നതിലടി കുറെ കൂടി നല്ലത്. ഒരു വനിതാ കോൺസ്റ്റബിളുടെ ചോദ്യത്തിന് ചാട്ടുള്ളിയുടെ മൂർച്ചയുണ്ടായിരുന്നു. യുവതി പിടഞ്ഞുപോയി. എന്താണ് നിൻ്റെ പേര്? ലളിത. തങ്കമ്മേ, DYSP വിളിച്ചു. സാർ! കോൺസ്റ്റബിൾ തങ്കമ്മ പിന്നോട്ട് മാറി. അലക്സാണ്ടർ ലളിതയോട് പറഞ്ഞു. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി.
VIP താമസിക്കുന്ന ഹോട്ടലായതുകൊണ്ട് എൻ്റെ തൊപ്പി തെറിപ്പിച്ച് കളയുമെന്ന ഭീഷണി അല്ലേ? അല്ലടി. അല്ല സാർ. യുവതി കരച്ചിലിൻ്റെ വക്കോളമെത്തി. ഇവിടെ പോലീസ് കയറിയാൽ അതിൻ്റെ കുറ്റം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനും മാനേജ്മെൻറ്റ് മടിക്കില്ല സാർ. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ഒരു മനുഷ്യൻ ഓടിയെത്തി. നിങ്ങൾ? അലക്സാണ്ടറുടെ നെറ്റി ചുളിഞ്ഞു. ഈ ഹോട്ടലിൻ്റെ മാനേജറാണ് സാർ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരം കാണാം സാർ. ദയവായി ഈ ഹോട്ടൽ റെയ്ഡ് ചെയ്യരുത്. ഇവിടെ നിന്നും ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ അത് ഹോട്ടലിൻ്റെ സൽപ്പേരിനെ ബാധിക്കും സാർ. അപ്പോൾ അതാണ് പ്രശ്നം. അലക്സാണ്ടർ വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. എനിക്ക് അറസ്റ്റ് ചെയ്യാനുള്ളവരെ തനിക്ക് രഹസ്യമായി സ്റ്റേഷനിൽ എത്തിക്കാമോ? എത്തിക്കാം സാർ. പറഞ്ഞു നിർത്തും മുമ്പ് അലക്സാണ്ടറുടെ ഉരുക്കുമുഷ്ടി മാനേജറുടെ താടിയലിൽ പതിഞ്ഞു. വല്ലാത്തൊരു നിലവിളിയോടെ അയാൾ തറയിൽ വീണു. അയാളുടെ മുകളിലൂടെ തന്നെ അലക്സാണ്ടർ അപ്പുറത്തേക്ക് കാൽവെച്ചു. പിന്നെ തിരിഞ്ഞ് ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു, വിജയൻ ഇവിടെ ഉണ്ടാവണം. ഇവർ ഇനി ആരുമായും സംസാരിച്ചുകൂടാ. ഞങ്ങൾ തിരികെ വരുന്നതുവരെ ഫോണിൽ സ്പർശിക്കുക പോലും വരുത്. സാർ. അലക്സാണ്ടറുടെ കാലുകൾ ധൃതിയിൽ മുന്നോട്ട് നീങ്ങി. റൂം നമ്പർ 147. കൈൻ കൊണ്ട് അലക്സാണ്ടർ മൃദുവായി വാതിൽ തട്ടി. അകത്ത് ധൃതിയിൽ ആരോ ചലിക്കുന്നതിൻ്റെ നേരിയ ഒച്ച അലക്സാണ്ടറുടെ കാതുകളിൽ വന്നു വീണു. പീപ്പിംഗ് ഹോളിലൂടെ അകത്തുള്ള ആൾ തങ്ങളെ കണ്ടു കാണുമെന്ന് അയാൾക്കറിയാമായിരുന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു. കെയിൻ കൂടുതൽ ശക്തിയിൽ വാതിലിൽ പതിഞ്ഞു. വാതിലിൻ്റെ ബോൾട്ടുകൾ നീങ്ങി. ഹാൻഡിൽ തിരിഞ്ഞു. വാതിൽ പാളി അകത്തേക്ക് നീങ്ങി. മുന്നിൽ നിൽക്കുന്ന മാതക സൗന്ദര്യത്തെ അലക്സാണ്ടർ കണ്ടു. തൊട്ടുമുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു മിന്നലുണ്ടായത് അലക്സാണ്ടർ മനസ്സിലാക്കി. അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അയാൾ തിരക്കി, ആർ യു റസിയ ഫ്രം മാലി? യെസ്. കഴിവത് മനോഹരമായി അവൾ ചിരിച്ചു. DYSPയുടെ പിന്നിൽ നിന്നിരുന്ന വനിതാ കോൺസ്റ്റബിൾസിൻ്റെ കണ്ണുകൾ കുറുകി. റസിയ വാതിലിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. തങ്ങൾ അകത്തേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അതെന്ന് അലക്സാണ്ടറിന് ഉറപ്പായി. ഞങ്ങൾക്ക് റസിയയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയുവാനുണ്ട്. അലക്സാണ്ടർ അകത്തേക്ക് കയറുവാൻ ഭാവിച്ചു. പ്ലീസ് സാർ. അവൾ തടഞ്ഞു. നമുക്ക് വിസിറ്റിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കാം. മുറികളിൽ മറ്റാരോ ഉണ്ടെന്ന് അലക്സാണ്ടർക്ക് ഉറപ്പായി. അത് വേണ്ട, ഇവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാം. അത് ശരിയാവില്ല സാർ. റസിയ ഒരു നൈറ്റിയായിരുന്നു ധരിച്ചിരുന്നത്. അതിനുള്ളിൽ അവൾക്ക് അടിവസ്ത്രങ്ങൾ ഒന്നുമില്ലെന്ന് DYSPക്ക് ഉറപ്പായി. താൻ വാതിലിൽ തട്ടിയപ്പോൾ അവൾ ധൃതിയിൽ നൈറ്റി എടുത്ത് അണിഞ്ഞതാവണം. റസിയ വാതിൽക്കിൽ നിന്നും മാറി നിൽക്കണം. അലക്സാണ്ടറുടെ സ്വരം മാറി. സോറി സാർ, ഈ റൂം ഞാൻ വാടകയ്ക്ക് എടുത്തതാണ്. ഇതിനുള്ളിൽ പോലീസുകാർ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിനക്കിഷ്ടമുള്ളവരെ മാത്രമേ അകത്ത് കരുത്തുള്ളൂടി എന്ന് ചോദിച്ചുകൊണ്ട് കോൺസ്റ്റബിൾ തങ്കമ്മ മുന്നോട്ട് കുതിച്ചു. അവൾ റസിയയെ തള്ളിമാറ്റി അകത്തെത്തി. റസിയയുടെ കണ്ണുകളിൽ കോപം നിറഞ്ഞു. തോന്നിയാസം കാണിക്കുന്നതിന് അതിര് വേണം. അവൾ പറഞ്ഞു നിർത്തും മുമ്പ് തങ്കമ്മയുടെ കൈത്തല കവളിൽ വീണു. മാലിയല്ല, ഇത് കേരളമാണ് കേട്ടോടി. അലക്സാണ്ടറും അകത്തെത്തി. വാതിൽ അടഞ്ഞു. അടഞ്ഞു കിടക്കുന്ന ബാത്റൂമിൻ്റെ വാതിലാണ് അയാൾ ആദ്യം ശ്രദ്ധിച്ചത്. അലക്സാണ്ടർ ഒരു കസേരയിലിരുന്നു. റസിയ ഇരിക്കൂ. തങ്കമ്മയെ കോപത്തോടെ ഒന്ന് നോക്കിയ ശേഷം റസിയ ബെഡിലിരുന്നു. റസിയ കേരളത്തിലെത്തിയത് എന്തിനാണ്? സൗമ്യസ്വരത്തിൽ അലക്സാണ്ടർ തിരക്കി. ഇവിടമൊക്കെ കണ്ട് ആസ്വദിക്കാൻ. പ്രത്യേകിച്ചും കോവളം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആസ്വാദനം കണ്ടമാനം നടക്കുന്നുണ്ടല്ലോ എന്ന് തങ്കമ്മ മനസ്സിൽ പറഞ്ഞു. റസിയയുടെ സ്വദേശം? മാലിദ്വീപ്. അലക്സാണ്ടർ ശിരസിളക്കി. മാലിദ്വീപുകാർക്ക് 3 മാസം ഇവിടെ താമസിക്കുന്നതിന് വിസ വേണ്ട. പക്ഷേ റസിയ ഇവിടെ എത്തിയിട്ട് 4 മാസത്തിൽ അധികമായല്ലോ. വിസ എവിടെ? റസിയയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ഇല്ല സാർ, ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അത് ഞാനും സമ്മതിച്ചു. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തകരപ്പറമ്പ് റോഡിലുള്ള ഹോട്ടൽ പാലസിലും ഹോട്ടൽ ലൂസിയയിലും താമസിച്ചിരുന്നതായി എൻ്റെ പക്കൽ രേഖകളുണ്ട്. റസിയയുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. അവൾ പതറി തുടങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായി. നിൻ്റെ പക്കൽ വിസയുണ്ടോ? റസിയയ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടു. എങ്കിൽ എൻകാഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കൂ. റസിയ തളർന്നുപോയി. ഇന്ത്യയിൽ നിനക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ക്ഷമിക്കണം സാർ. പൊടുന്നതിന് ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അലക്സാണ്ടറുടെ കാൽക്കൽ വീണു. എന്നെ രക്ഷിക്കണം സാർ, എനിക്ക് ചതിവ് പറ്റിയതാണ്. അലക്സാണ്ടറുടെ നെറ്റി ചുളിഞ്ഞു. അവൾ കണ്ണീരോടെ തൻ്റെ കഥ പറഞ്ഞു. മാലിയിൽ ജോലിയുണ്ടായിരുന്ന ഒരു കേരളീയനുമായി അവൾ സ്നേഹത്തിലായി. അവളുടെ ബാപ്പയുടെ കടയിലെ സെയിൽസ്മാനായിരുന്നു ആ യുവാവ്. ബാപ്പ ഈ ബന്ധത്തെ എതിർത്തപ്പോൾ ഇരുവരും ചേർന്ന് ഒരു ബോട്ടിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു. കേരളത്തിലെത്തിക്കഴിഞ്ഞ് മതിയാവോളം അവളെ ആസ്വദിച്ച ശേഷം യുവാവ് മുങ്ങി. അയാൾ അവൾക്ക് നൽകിയ അഡ്രസ്സ് വ്യാജമായിരുന്നെന്ന് അന്വേഷണങ്ങളിൽ നിന്നും അവൾക്ക് വ്യക്തമായി. തിരികെ ബാപ്പയുടെ അരികിലേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവൾക്ക്. അദ്ദേഹം വെട്ടി അരിഞ്ഞു കളയും. ഒരു തൊഴിലുമില്ലാത്ത അവൾക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കുവാൻ ശരീരം വിൽക്കേണ്ടി വന്നു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, പണമില്ലാതെ നീ പിന്നെ എങ്ങനെ 3 സ്റ്റാർ ഹോട്ടലുകളിൽ ജീവിച്ചു? എൻ്റെ ശരീരം വിറ്റിട്ട്. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ലോ ക്ലാസ് ഹോട്ടലുകളിൽ തങ്ങിയാൽ എനിക്ക് മാന്യന്മാരായ അതിഥികളെ ലഭിക്കില്ലെന്ന് അറിയാമായിരുന്നു സാർ. അതുകൊണ്ട് ഞാൻ 3 സ്റ്റാർ ഹോട്ടലുകളിൽ തങ്ങി. ഒരു വിധത്തിൽ എനിക്ക് ജീവിച്ചു പോകുവാനുള്ളത് ലഭിക്കുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത് റെസ്ക്യൂ ഹോമിലൊന്നും അടയ്ക്കരുതേ സാർ. അലക്സാണ്ടർ എണീറ്റു. നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ രേഖകൾ തെളിഞ്ഞു. പക്ഷേ നിന്റെ ലഗേജുകൾ എനിക്ക് പരിശോധിക്കണം. കിടുങ്ങിപ്പോയി റസിയ. വേണ്ട സാർ.
ഒരു വിധത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. അതിനുള്ളിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളുമേ ഉള്ളൂ സാർ. തങ്കമ്മേ, ഡിവൈഎസ്പി വിളിച്ചു. അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ കോൺസ്റ്റബിൾ തങ്കമ്മ അവളുടെ ലഗേജുകൾക്കരികിലേക്ക് നീങ്ങി. വേണ്ട വേണ്ട. മുന്നോട്ട് നീങ്ങിയ റസിയ തൻ്റെ ബാഗ് കടന്നെടുത്തു. വിടടി, തങ്കമ്മ പറഞ്ഞു. റസിയ വിട്ടില്ല. ഒരിക്കൽ കൂടി തങ്കമ്മയുടെ കൈത്തല റസിയയുടെ കവിളിലേക്ക് നീണ്ടു. പക്ഷേ ഇടത് കൈ കൊണ്ട് റസിയ അടിത്തടഞ്ഞു. ഉരുക്കിനുള്ളിൽ അകപ്പെട്ടതുപോലെ തങ്കമ്മയുടെ കൈ ഞെരിഞ്ഞു. സാർ, വേദനയോടെ തങ്കമ്മ വിലപിച്ചു. അലക്സാണ്ടർ ഒന്ന് തിരിഞ്ഞു. അടിയേറ്റ് തങ്കമ്മയുടെ കയ്യിലെ പിടിവിട്ട് റസിയ കിടക്കയിലേക്ക് മറിഞ്ഞു. വിഷമവും കോപവുമൊക്കെ ഒന്നിച്ചുണ്ടായി തങ്കമ്മയ്ക്ക്. അവൾ കിടക്കയിലേക്ക് കുതിച്ചു. റസിയയെ അവിടെ നിന്ന് വലിച്ചുയർത്തി 2-3 പൂശി. അറസ്റ്റ്, അലക്സാണ്ടർ കൽപ്പിച്ചു. റസിയയുടെ കയ്യിൽ വിലങ്ങ് വീണു. സാർ, അവളെന്തോ പറയുവാൻ ഭാവിച്ചു. ഷട്ടപ്പ് ബ്ലഡി ഡോട്ടർ ഓഫ് ബിച്ച്. അലക്സാണ്ടർ റസിയയുടെ ബാഗ് തുറന്നു. അത് കിടക്കയിലേക്ക് കമിഴ്ത്തി. ഒരു കെട്ട് കറൻസി നോട്ടുകൾ, മേക്കപ്പ് സാധനങ്ങൾ, വയർലെസ്, ഒരു ചെറിയ പിസ്റ്റൾ, ഡയറി, ഐഡൻറ്റിറ്റി കാർഡ് പോലെ ഒന്ന്, എല്ലാം കിടക്കയിൽ വീണു. അലക്സാണ്ടറുടെ നെറ്റി ചുളിഞ്ഞു. അയാൾ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു. അതിൽ മാലിയുടെ മുദ്ര കണ്ട് ഒന്ന് ഞെട്ടി. അതിനുള്ളിൽ അവളുടെ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ. അവൾ യൂണിഫോം അണിഞ്ഞിരിക്കുന്നു. റസിയ, മാലിദ്വീപിലെ സുരക്ഷാ വിഭാഗം ഇൻസ്പെക്ടർ. അയാൾ ഐഡൻറ്റിറ്റി കാർഡ് അവളുടെ മുഖത്തിന് നേരെ തിരിച്ചു. ഇതെന്താടി? റസിയ ശബ്ദിച്ചില്ല. തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപകടകാരിയാണ് ഇവളെന്ന് അലക്സാണ്ടർക്ക് മനസ്സിലായി. ഇനി ബാത്റൂമിലുള്ളത് ആരാണെന്നറിയണം. അയാൾ അതിൻ്റെ വാതിൽക്കിലെത്തി. റിവോൾവർ എടുത്ത് കയ്യിൽ പിടിച്ചു. തുറക്കടാ വാതിൽ. അകത്തുനിന്നും പ്രതികരണമൊന്നുമില്ല. ശക്തിയായി തട്ടി. ഞാൻ ചവിട്ടിപ്പൊളിക്കും, അല്ലെങ്കിൽ വേഗം തുറന്നോ. ചില സെക്കൻഡുകൾ കടന്നുപോയി. ബാത്റൂമിൻ്റെ ബോൾട്ട് ചലിച്ചു. അലക്സാണ്ടർ അകത്തേക്ക് തള്ളി. അതിനുള്ളിൽ ശ്വാസം കഴിക്കുവാൻ ഡിവൈഎസ്പി മറന്നുപോയി. അകത്തു നിന്നിരുന്ന ആളുടെ തല കുനിഞ്ഞു. IG കൃഷ്ണമൂർത്തി. സാർ, അലക്സാണ്ടർ അമ്പരപ്പിൽ വിളിച്ചു. ഇതാരും അറിയരുത്. റസിയയെ റിലീസ് ചെയ്തേര്, അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഞാൻ തന്നോട് വിശദമായി സംസാരിക്കാം. നോ. പെട്ടെന്ന് അലക്സാണ്ടറുടെ ഭാവം മാറി. സംസ്ഥാനം അതിഭീകരമായ ഒരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ IG വിദേശിയായ ഒരു യുവതിയുമായി രമിക്കുന്നു. അതും വിദേശത്തെ സുരക്ഷാ സേനയിലെ അംഗമായ യുവതി. ഇതിൻ്റെ കാരണം എനിക്കറിയണം. അലക്സാണ്ടർ, IG ശബ്ദമുയർത്തി. യെസ് സാർ. അയാളും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഓപ്പറേഷൻ തൈമൂറിൻ്റെ ചാർജ് എനിക്കാണ്. വേണ്ടി വന്നാൽ 12:30 IG പോലും എൻ്റെ കസ്റ്റഡിയിലിരിക്കും. അലക്സാണ്ടർ, മൈൻഡ് യുവർ വേർഡ്സ്. നോ സാർ. ഇപ്പോൾ താങ്കളെ വെറുതെ വിട്ടാൽ അത് എൻ്റെ കേസന്വേഷണത്തെ ബാധിക്കും. അയാൾ തിരിഞ്ഞ് അടഞ്ഞുകിടക്കുന്ന വാതിൽക്കിലേക്ക് നോക്കി. ഇപ്പോൾ നമ്മൾ 4 പേർ മാത്രമേ ഈ കാര്യം അറിഞ്ഞിട്ടുള്ളൂ. സാർ, പുറത്തേക്ക് ഒന്നിറങ്ങണം. അയാൾ റിവോൾവർ ചൂണ്ടി. ഇനി ഞാൻ പറയുന്നത് അനുസരിക്കുക, അല്ലെങ്കിൽ IG ആണെന്നൊന്നും ഞാൻ നോക്കില്ല. ഉരുക്കിൻ്റെ ശക്തിയുള്ള ശബ്ദം. IG കുഴങ്ങി. കഥ തുടരും.